ആദ്യം തന്നെ അപകട വാർത്തയിലേക്കാണ് പോകുന്നത്. തൃശൂർ നാട്ടികയിൽ തടിലോറി പാഞ്ഞു കയറി 5 പേർക്ക് ദാരുണാന്ത്യം. റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി സംഘത്തിനിടയിലേക്ക് ലോറി പാഞ്ഞു കയറിയത്. മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ്. നാട്ടിക JK തിയേറ്ററിന് സമീപം പുലർച്ചെ 4 മണിക്കായിരുന്നു അപകടം. രാജു ഗുരുവായൂർ ചേരുന്നു വിവരങ്ങളുമായി. രാജു, അതിദാരുണമായ വാർത്ത, 5 പേർക്കാണ് ദാരുണാന്ത്യമുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് സംഭവം? അശ്വതി, തൃശൂർ നാട്ടികയിൽ നിന്നാണ് അതിദാരുണമായ ഒരു വാർത്ത നമുക്കിപ്പോൾ പങ്കുവെക്കേണ്ടി വരുന്നത്. കണ്ണൂരിൽ നിന്നും തടി കയറ്റി വന്ന ലോറി ഡിവൈഡർ ഇടിച്ചു തകർത്ത് ഉറങ്ങിക്കിടന്നിരുന്ന നാടോടികളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയാണ് 5 പേർ ഇപ്പോൾ ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഹൈവേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാഹനം തിരിച്ചുവിടുന്ന ഡിവൈഡർ ഇടിച്ചു തകർത്ത ശേഷമാണ് നാടോടികൾ കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞു കയറിയത്. ഇന്ന് പുലർച്ചെ 3:45 കൂടിയായിരുന്നു സംഭവം നടന്നത്. തൽക്ഷണം 5 പേർ മരിച്ചു. 15ഓളം പേർ നാടോടികളാണ് ഇവിടെ തമ്പടിച്ചിരുന്നത്. ബാക്കി 7ഓളം പേർക്ക് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ സമീപ പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയുന്ന വിവരം. എന്നാൽ മരിച്ചവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് എത്തി ഇവരുടെ പേര് വിവരങ്ങൾ കണ്ടുപിടിക്കാനും മറ്റു വിവരങ്ങൾ ശേഖരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം തന്നെ നമുക്കത് ലഭ്യമാകും. തികച്ചും അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് രാവിലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. അശ്വതി, അതാണ് രാജു, ഈ വഴിയോരത്ത് കിടന്നുറങ്ങുകയായിരുന്നവരിലേക്കാണ് ഈ ലോറി പാഞ്ഞു കയറിയതെന്ന് മനസ്സിലാക്കുന്നു. ഈ ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നതായൊക്കെയുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഈ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഏകദേശം സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ഡിവൈഡറിൽ നിന്നും 50 മീറ്ററോളം ദൂരമുണ്ട്. 50 മീറ്റർ ദൂരത്ത് നിന്നും ഈ കാഴ്ച കാണാവുന്നതാണ്. എന്നാൽ ലോറി വേഗത്തിലായ ലോറി 50 മീറ്റർ അകലെ കിടന്നുറങ്ങുന്ന ഈ നാടോടി സംഘത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ 5 പേർ ദാരുണമായി മരണപ്പെടുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാൻ കാരണം എന്നാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. അശ്വതി, ഈ മരിച്ചവരെല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരിവിടെ രാജു, നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ വിവരങ്ങൾ. രാവിലെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും ഇവരിവിടെ എപ്പോഴും സ്ഥിരമായി ഇവിടെ തന്നെ ഉറങ്ങുന്ന പതിവുള്ളവരാണോ? എത്ര പേർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു? എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു? അശ്വതി, ഈ സീസൺ അനുസരിച്ച് ഈ ശബരിമല സീസൺ സംബന്ധിച്ച് ഇവർ ഈ ഗുരുവായൂർ അമ്പലനടയിലായാലും അതുപോലെ തന്നെ തൃപ്രയാർ അമ്പലനടയിലായാലും പോരാത്തതിന് ഇന്നലെ തൃപ്രയാർ ഏകാദശി കൂടിയായിരുന്നു. അതിന്റെ ഭാഗമായി കൂടി ഇവർ ഈ സീസൺ കാലഘട്ടത്തിൽ ഇവിടെ വരുന്നതും തമ്പടിക്കുന്നതും പതിവാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ നാടോടി സംഘം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നത്. ഇവിടെ ഇവർ ഈ സീസൺ കഴിയുന്ന കാലഘട്ടത്തിൽ ഇവിടെ നിന്നും പോവാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ഈ സീസൺ പ്രമാണിച്ചാണ് ഇവർ ഇവിടെ വന്നതും തമ്പടിച്ചതും. അതോടൊപ്പം തന്നെ ഈ ദാരുണമായ ഈ ഒരു അപകടം ഉണ്ടായതും JK തിയേറ്ററിന് സമീപമാണ്. നാട്ടിക JK തിയേറ്റർ ഉണ്ട്, അതിന്റെ സമീപത്താണ് ഈ സംഭവം നടന്നത്. ദൃക്സാക്ഷികൾ പറയുന്നത് മദ്യപിച്ച രീതിയിലാണെങ്കിലും പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരി രാജു, ഞാൻ രാജുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ദിനേശൻ MR നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ദിനേശൻ, അതിദാരുണമായ ഒരു സംഭവം, 5 പേർ മരിച്ചിരിക്കുന്നു. തടിലോറി പാഞ്ഞു കയറിയാണെന്ന് മനസ്സിലാക്കുന്നു. താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? കോഴിക്കോട് നിന്ന് പെരുമ്പാവൂർക്ക് തടി കയറ്റി പോയിരുന്ന ലോറിയാണ്. അത് ഓവർ സ്പീഡിലായിരുന്നു. അവിടെ JK തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്ററിന്റെ മുന്നിൽ വെച്ചിട്ടാണ്. അവിടെ ഡിവൈഡറൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള സിഗ്നൽ ലൈറ്റ് ഒന്നുമില്ല. നാട്ടിൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു സംഭവമാണ്. അവിടെ കുപ്പിക്കഴുത്ത് പോലെയാണ്. ഡ്രൈവർമാര് മദ്യപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യം കിട്ടിയ വിവരം. പിന്നെ പോലീസ് അവരെ കൊണ്ടുപോയി സ്റ്റേഷനിൽ അവർ കസ്റ്റഡിയിലുണ്ട്. ലോറി ഇടിച്ചു കയറി അവിടെ സാധാരണ കുറെ കാലമായിട്ട് അവരവിടെയാണ് കിടക്കാറ്. ഒരു സുരക്ഷിതം എന്നുള്ള സ്ഥലത്ത് അവരവിടെയാണ് കിടക്കാറ്. ഡിവൈഡറിനും അപ്പുറത്തായിരുന്നു കിടന്നത് അല്ലേ? ഡിവൈഡറിന്ന് ഒരു 50 മീറ്റർ അപ്പുറത്ത് കിടന്നിരുന്നവര്. അതായത് കാണാം, സാധാരണ ഓടിച്ചു വരുന്ന ഒരു ഡ്രൈവറിന് കാണാൻ പറ്റും. കാരണം ഇത് ഇടിച്ചിട്ടും ഒരു 50 മീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ആളുകളെ മേലെ കൂടിയാണ് ഇത് കയറിപ്പോയത്.
ഇത് നിരന്തരമായിട്ട് അപകടങ്ങൾ പറ്റുന്ന ഒരു സ്ഥലമാണ്. നാടോടി സംഘമാണ്. ഇവരുടെയൊക്കെ വിവരങ്ങളോ എവിടെ നിന്നുള്ളവരാണെന്നൊക്കെ? പാലക്കാട്, ഗോവിന്ദാപുരം, നമ്മുടെ തമിഴ്നാട് കേരള അതിർത്തിയിലുള്ളവരാണ്. ഓ ശരി ശരി. ഇവിടെ എന്താണ്, കച്ചവടത്തിനായി വന്നതാണോ? ഇല്ല, അവരിങ്ങനെ അവിടെ വന്ന വൈകുന്നേരങ്ങളിലാണ് ഒരു ഒത്തുകൂടാറ്. പകലൊന്നും ഇവര് സാധാരണ അവിടെ കാണാറില്ല. ഇങ്ങനെ ഭിക്ഷ ആളുകളെ ഇങ്ങനെ കൊടുക്കും, പൈസ കൊടുക്കും, കുട്ടികളും. അതിന്റെ ഭിക്ഷാടനം തന്നെയാണല്ലേ? ഭിക്ഷാടനം പോലെയാണ് ഇവര് നടത്തുന്നത്. ഈ നമുക്കിതിപ്പോ ദേശീയപാതയുടെ പണി നടക്കുന്ന സമയം കൂടിയാണല്ലോ. അപ്പൊ അവിടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു നിർമ്മാണത്തിൽ എന്തെങ്കിലും ഒരു അപാകത അല്ലെങ്കിൽ അവിടെ ഒരു സിഗ്നലിന്റെ ഒരു പ്രശ്നം വളരെ സ്ലോവിലാണ് ഈ വർക്ക് നടക്കുന്നത്. പിന്നെ വണ്ടികള് പോകാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ പരിമിതമാണ്. എന്നാലും ഓവർ സ്പീഡിലാണ് വണ്ടികൾ വരിക. സാധാരണ ഒരു 30 കിലോമീറ്റർ എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കണമെങ്കിലും പക്ഷെ വണ്ടി ഡ്രൈവർമാർ അതൊന്നും കണക്കാക്കാറില്ല. ഇപ്പൊ ലോറിയിൽ ഉണ്ടായിരുന്ന രണ്ടുപേരാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഡ്രൈവറും ക്ലീനറും ആയിരിക്കും അല്ലെ? അവര് രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലുണ്ട്. വണ്ടി അത് കയറിയതിന് ശേഷം പിന്നെ ഒരു 200 മീറ്റർ അപ്പുറം പോയാൽ നിൽക്കുന്നത്. അത്ര സ്പീഡിലായിരുന്നു. അത്ര സ്പീഡിലായിരുന്നു. അവിടെ റോഡ് അവസാനിക്കാണ്. മറ്റേ പണി നടക്കുന്നോണ്ട്, റോഡ് മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നോണ്ട് റോഡ് അവിടെ അവസാനിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അവർ നിന്നത്. അതുകൊണ്ടായിരിക്കും അവര് അവിടെ നിർത്തിയത്. അല്ലെങ്കിൽ അവർ ഇവരെ പോലുള്ളവരൊക്കെ നിർത്താണ്ട് തന്നെ പോകും. അത്ര ക്രൂരമായിട്ടുള്ള ഒരു മനസ്സുള്ളവരാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഈ ഡിവൈഡർ ഇടിക്കുമ്പോ തന്നെ അവർക്ക് വണ്ടി നിർത്താലോ. എത്ര മണിയോടെ ആയിരുന്നു ഈ അപകടം നടന്നത്? ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. അപ്പൊ ഈ റോഡിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ? ഇത് കണ്ടവരൊക്കെ ഇന്ന് ഏകാദശിയാണല്ലോ, തൃപ്തിയാറെ. അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ യാത്ര ചെയ്യണുണ്ടായിരുന്നു. അവരാണ് പിന്നെ പെട്ടെന്ന് ഓടിക്കൂടിയത്. ഈ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. 7 പേർക്ക് പരിക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. അവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാം? ഗുരുതരാവസ്ഥയിലല്ല, എന്നാലും ഒരാൾ അതിൽ മരണപ്പെട്ടെന്നൊരു ന്യൂസ് നേരത്തെ വന്നിരുന്നു. പോലീസിനോട് ചോദിച്ചപ്പോ അത് ഗുരുതരാവസ്ഥയിലാണെന്നാണ് പറഞ്ഞത്. അതായത് ഈ 5 പേരല്ലാതെ ഒരാൾ ആണല്ലേ? 2 കുഞ്ഞുങ്ങളും ഉണ്ട് ഇപ്പൊ മരിച്ചത്. 2 കുട്ടികളുണ്ട് അതില്. എന്തായാലും അതിദാരുണമായിപ്പോ. ഇനി എന്താണ് നമ്മുടെ ഒരു ഈ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നു, അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കണ്ടേ? നിരന്തരമായിട്ട് അവരോട് പറയണതാ. അവരൊരു വിലയും വെക്കാറില്ല. അവരവരെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യണത്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും മോശം രീതിയിലാണ് അത് വന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അവരോടൊക്കെ നിരന്തരമായിട്ട് നമ്മൾ പറയണത്. അവരെ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞൊരു തോന്നിവാസം പോലെയാണ് ഈ പണി നടക്കുന്നത്. ഒരു സെക്യൂരിറ്റി ഒന്നുമില്ല. ഇപ്പൊ ഇത് ഒന്നുമില്ല. ഇപ്പൊ ഒരു വണ്ടികൾ തിരിച്ചു പറഞ്ഞതിന് ഒരു 500 മീറ്ററിൽ ലൈറ്റ് വെച്ച് പിന്നെ 300 പിന്നെ 200 മീറ്ററിലൊക്കെ അതിന്റെ ഒരു സിഗ്നൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടിക്കായിരിക്കും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. ഇതൊന്നും ഒരു ചെയ്തിട്ടില്ല. വെളിച്ചക്കുറവുണ്ടോ അവിടെ? വെളിച്ചക്കുറവൊന്നുമില്ല. അവിടെ തൊട്ടടുത്ത് വെളിച്ചം ലൈറ്റുകളുണ്ട് എല്ലാണ്ട്. പക്ഷെ ഇത് ദാരുണായി പോയി. ഇതിനൊരു പറയാനായിട്ട് വാക്കുകളൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ ഇവര് മദ്യപിച്ചിരുന്നു എന്ന രീതിയിലേക്ക് തന്നെയാണല്ലേ? ഇവര് മദ്യപിച്ചിരുന്നു എന്നൊരു സംശയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അത് ലോറിക്കാരും അതുപോലെ തന്നെ ഇതേപോലെ ലോറികളും അതുപോലെ തന്നെ ഈ ഹൈവേക്കാരും അതിന്റെ ഉത്തരവാദികൾ. ശരി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചത്. വളരെയധികം നന്ദി ശ്രീ ദിനേശൻ ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ പണി നടക്കുന്നതിൽ അപാകതകളുണ്ട് എന്നാണ് പഞ്ചായത്ത് ആരോപിക്കുന്നത്. പലതവണ അത് അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. അവിടെ സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒപ്പം ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായും പറയുന്നു. ഈ റോഡ് അവസാനിക്കുന്നിടത്താണ് ലോറി ചെന്ന് നിന്നത്. അത്ര വേഗത്തിലായിരുന്നു ലോറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിദാരുണമായൊരു സംഭവം. 2 കുട്ടികളടക്കം 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. തത്സമയം മരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തടി കയറ്റി വന്ന ലോറി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഭാരമുള്ള ലോറിയാണ്. അത്ര വേഗത്തിലാണ്. ഒന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഉറക്കത്തിലായിരുന്നു അവരെല്ലാവരും. 4 മണിയോടെയാണ്, പുലർച്ചെ 4 മണിയോടെയാണ് അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. രാജു ഗുരുവായൂർ തുടരുന്നുണ്ട്. രാജു, ഈ ആശുപത്രിയിലായവരുടെ നില എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പറഞ്ഞത് ഒരാളുടെ നില അതീവ ഗുരുതരമാണ്, മരിച്ചു എന്നൊക്കെ കേൾക്കുന്നു. നമുക്കത് സ്ഥിരീകരിക്കാനായിട്ടില്ല. എങ്കിൽ പോലും ബാക്കിയുള്ളവരുടെയൊക്കെ അവസ്ഥ എന്താണ്? വലിയ പരിക്കാണോ, ഗുരുതര പരിക്കാണോ അവർക്കുള്ളത്?
അശ്വതി, 15ഓളം നാടോടികളാണ് ഇവിടെ തമ്പടിച്ചിരുന്നത്. എന്നാൽ 7ഓളം പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇയാൾ മരിച്ചു എന്നുള്ള രീതിയിലും ഇത് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ മരിച്ചിട്ടില്ല, അയാളുടെ നില ഗുരുതരമാണ്. എന്നാൽ ബാക്കിയുള്ളവരുടെ നില ഗുരുതരമല്ല, വളരെ നിസ്സാര പരിക്കുകൾ മാത്രമേ ഇവർക്ക് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇവരെ കൊടുങ്ങല്ലൂരിലുള്ള ആശുപത്രിയിലും അതുപോലെ തന്നെ നാട്ടികയിൽ തന്നെയുള്ള ഒരു ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. എന്നാൽ മരിച്ചവരെ എല്ലാവരെയും ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ബോഡിയാണ് കിട്ടിയത്. പിന്നീടാണ് സ്ഥിരീകരണം വന്നത്. ഇതിൽ 2 കുട്ടികളുടെ മൃതദേഹം കൂടിയുണ്ട്. ശരി രാജു, ഞാൻ രാജുവിലേക്ക് വരാം. ഇപ്പോൾ പ്രദേശവാസിയായ മണി കൂടി നമുക്കൊപ്പം ചേരുന്നു. മണി, ഈ സംഭവം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ? അവിടെ സംസാരിച്ചിരുന്നു. എന്താണ് പറയുന്നത്? വണ്ടി നല്ല സ്പീഡിൽ വന്നിട്ട് ഡിവൈഡറുമിൽ ഇടിച്ച് കയറി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഇവര് സുരക്ഷിതമായി തന്നെയാണ് കിടന്നിരുന്നത് അല്ലേ? സുരക്ഷിതമായിട്ട് വണ്ടികൾ ഓടാത്ത സ്ഥലത്താണ് കിടന്നിരുന്നത്. അതിലെ യാത്ര ചെയ്യാറില്ല, വണ്ടികൾക്ക് അലൗഡ് കൊടുത്തിട്ടില്ല. ഡിവൈഡറിൽ ഇടിച്ച് കയറിയാണ് അങ്ങോട്ടേക്ക് പോയത്. അങ്ങോട്ട് കയറി അപകടം ഉണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അനുമാനിക്കുന്നത്. ഇവര് സ്ഥിരമായിട്ട് അവിടെ മണി കണ്ടിട്ടുണ്ടോ? അവിടെ തമ്പടിക്കുന്നവരാണ്. അവിടെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ടുള്ളത് അവര് ഇവിടെ ഉള്ളതാണ്. ഇപ്പൊ ഇങ്ങോട്ട് ഈ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് അവിടെ പണി തുടങ്ങി. അവിടെ സൗകര്യമായപ്പോ അവർ അവിടേക്ക് മാറിയതാണ് കിടക്കാനായിട്ട്. മറ്റേത് കടകളിലെ തിണ്ണുകളിലൊക്കെയാണ് കിടന്നിരുന്നത്. വലിയൊരു സംഘമാണ് അല്ലേ? വലിയൊരു സംഘമാണ്, വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാവാറുണ്ട്. അവരെ ഈ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ വിളിച്ചപ്പോ അദ്ദേഹം പറയുന്നത് അവിടെ ഈ പണി നടക്കുന്നതിൽ അപാകതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ആണോ? പണി നടക്കുന്നതിൽ അപാകതകളുണ്ടോ എന്ന് അറിയില്ല. വിലയിരുത്താൻ അറിയില്ല. കാരണം പണി നടക്കുമ്പോ അതിന്റെ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മള് വണ്ടി ഓടിക്കുന്നവരും ജനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വികസനം. ഈ മദ്യപിച്ചിരുന്നോ? ലോറിക്കാരൻ മദ്യപിച്ചിരുന്നു വല്ലോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനൊന്നും കേട്ടില്ല. ഞാൻ 3-3:30 സമയം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ഉറക്കം വരുന്ന സമയമാണ്. പോയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ്. പക്ഷെ ഭയങ്കര സ്പീഡിലായിരുന്നു. നല്ല സ്പീഡിലായിരുന്നു. കാരണം ഇത് ഇടിച്ചതിന് ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയാണ് ലോറി നിന്നത് എന്ന് പറയുന്നു. അതെ അതെ. അപ്പൊ അത്രയും വേഗതയിലായിരുന്നു. അയാളുടെ ഭാഗത്ത് പൂർണ്ണമായും തെറ്റുണ്ട്. വേഗത പ്രത്യേകിച്ച് ആ ഭാഗത്ത് റൈറ്റ് അവിടെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടിരിക്കണം. അപ്പൊ അവിടെ വേഗത കുറച്ച് വരേണ്ട ഒരു സ്ഥലമാണ്. അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടോ? സിഗ്നൽ ഉണ്ട്. ആ വെച്ച സാധനങ്ങളൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളത് വണ്ടി. ഓ ശരി ശരി ശരി. ഇതിപ്പോ ഇവരെ ആ സമയത്ത് തന്നെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. മണി, അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ആളുകൾ അവിടെ ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. എത്തിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസ് ഒക്കെ വന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവര് തമിഴ്നാട് സ്വദേശികളാണല്ലേ? തമിഴ്നാട് സ്വദേശികൾ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പറയുകയാണെങ്കിൽ ആദിവാസികള് ആണ് അവര്. ഇവര് ഏത് ഭിക്ഷാടനമാണോ കച്ചവടമാണോ? അല്ല, ഇവര് ഭിക്ഷാടനം ഒന്നുമില്ല. ഇവര് എന്തെങ്കിലുമൊക്കെ ജോലികളായിട്ട് ചെയ്യുന്നുണ്ട്. തെങ്ങേറാൻ പോകും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇവരുടെ മെയിൻ ആമനപ്പിടുത്തുണ്ട്. എന്താണ് ആമന പിടിച്ച്? ആമ. ഓ ശരി 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 ശരി. മണി, വളരെയധികം നന്ദി. പ്രദേശവാസിയായ മണിയാണ് സംസാരിച്ചത്. മണി പറയുന്നത് അവർ വളരെ സുരക്ഷിതമായ സ്ഥലത്താണ് കിടന്നത്. സുരക്ഷിതം എന്ന് പറയുമ്പോൾ റോഡാണ്, എങ്കിൽ പോലും വാഹനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്ത റോഡിലാണ് അവർ കിടന്നുറങ്ങിയിരുന്നത്. ഡിവൈഡർ ഇടിച്ച് അതിന് മുകളിലൂടെയാണ് വണ്ടി ഇവരുടെ അടുത്തേക്ക് ചെന്നത്. അത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നാണ് മണി ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ പോലും ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോലും പറ്റാത്തത്ര വേഗതയിലായിരുന്നു വണ്ടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തടി കയറ്റിയെന്ന് അത്രയും ഭാരമുള്ള ലോറിയാണ് ഈ ഉറങ്ങിക്കിടന്നവരുടെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറിയത്. നേരത്തെ രാജു സംസാരിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്തത്ര, തിരിച്ചറിയാനാകാത്ത വിധം മൃതദേഹങ്ങൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ അത്രയും ഭാരമുള്ള ലോറി ഉറങ്ങിക്കിടക്കുന്നവരിലേക്ക് പാഞ്ഞു കയറിയതിൻ്റെ ഒരു ഫലമാണത്. എന്തായാലും 5 പേർ മരിച്ചു ദാരുണമായി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. 7 പേർക്ക് പരിക്കുണ്ട്.
ഈ ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണ് ലോറി ഓടിച്ചതടക്കമുള്ള നമുക്ക് സ്ഥിരീകരിക്കാനാകാത്ത റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു, അതേസമയം ഉറങ്ങിപ്പോയതാണ് എന്ന് പറയുന്നു. എന്തൊക്കെ തന്നെയായാലും അമിത വേഗതയാണ് ഇതിന് കാരണം എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്, പ്രാഥമികമായി മനസ്സിലാകുന്നു. രാജു തുടരുന്നുണ്ട്. രാജു, ഇപ്പോൾ അപകടം നടന്ന് എത്ര മണിക്കൂറാകുന്നു? 5 മണിക്കാണ്, 4 മണിയോടെയാണ് അപകടം ഉണ്ടായത് എന്ന് പറയുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവിടെ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ഇവ മദ്യപിച്ചിരുന്നു എന്നൊക്കെയുള്ള പരിശോധനകളൊക്കെ ഇതിനകം പൂർത്തിയായി കാണുമല്ലോ അല്ലെ? ആക്ച്വലി ഡ്രൈവർമാർ 2 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഈ 2 പേർ വാഹനത്തിലുണ്ടായിരുന്നതിൽ നിന്നും ക്ലീനറാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. ഇതിൽ പോലീസ് ഇപ്പോൾ ഇവർ 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ മദ്യം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ പരിശോധന നടത്തിയിട്ട് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അധികം വൈകാതെ തന്നെ നമുക്കത് പുറത്തുവിടാനാകും. ഒപ്പം ഈ 2 പേരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വാഹനം ഏകദേശം 200 മീറ്റർ അകലെ മാറിയാണ് ഇവരെ ഇടിച്ചതിന് ശേഷവും വാഹനം നിർത്തിയിട്ടുള്ളത്. അവിടെ നിന്നും വാഹനം ഇപ്പോൾ അവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം ഈ ഡിവൈഡർ ഇടിച്ച സ്ഥലത്ത് നിന്നും 50 മീറ്ററോളം അകലെയാണ് ഇവർ ടെന്റടിച്ച് കിടന്നിരുന്നത്. സാധാരണ ഇവർ പല കച്ചവടത്തിനായിട്ട് എത്തിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ ഇവിടെ മറ്റു സ്ഥലങ്ങളിലാണ് കിടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിലൂടെ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. അതോടൊപ്പം തന്നെ ഡിവൈഡർ വെച്ച് വാഹനങ്ങൾ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടാണ് ഇവർ അവിടെ തമ്പടിച്ചിരുന്നത്. ഈ സുരക്ഷിത കേന്ദ്രത്തിലേക്കാണ് ഈ ഡിവൈഡർ ഇടിച്ചു മാറ്റിയ ശേഷം, ഇടിച്ചപ്പോൾ പോലും വാഹനം നിർത്താനുള്ളൊരു ടെൻഡൻസി ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഈ ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം 50 മീറ്റർ അകലെ കിടന്നുറങ്ങുകയായിരുന്ന ഇവരുടെ ദേഹത്തു കൂടിയാണ് ഇപ്പോൾ ലോറി കയറി ഇറങ്ങിയത്. എന്നിട്ടും 220 മീറ്ററോളം അല്ലെങ്കിൽ 200 മീറ്ററോളം അപ്പുറത്താണ് ഇപ്പോൾ വാഹനം നിർത്താനായിട്ട് ഇവർക്ക് സാധിച്ചത്. അതിൽ നിന്ന് ആണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത് ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതോടൊപ്പം തന്നെ ഈ ഡ്രൈവറല്ല, പകരം ക്ലീനർ ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ള ഒരു അഭ്യൂഹം കൂടെ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഇനി കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെട്ടു വരികയുള്ളൂ. പോലീസ് ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഹനവും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഭാഗം പോലീസ് ഇപ്പോൾ ബന്ദോബസ്താക്കി മാറ്റിയിട്ടുണ്ട്. അശ്വതി, ഇതാണ് 4 മണിയോടെയാണ് അപകടമുണ്ടായത്. പുലർച്ചെ 4 മണിക്ക് കിടന്നുറങ്ങുകയായിരുന്ന നാടോടി സംഘത്തിന് മുകളിലേക്കാണ് തടി കയറ്റി വന്ന ലോറി പാഞ്ഞു കയറിയത്. 5 പേർ തൽക്ഷണം മരിക്കുകയായിരുന്നു. ബാക്കി പരിക്കേറ്റവരെ ആശുപത്രികളിലാക്കിയിട്ടുണ്ട്. അതിലൊരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വാഹനം കടത്തിവിടാത്ത റോഡിന്റെ ഒരു വശത്താണ് ഇവർ കിടന്നിരുന്നത്. പുതിയ റോഡിന്റെ ഒരു വശത്താണ് കിടന്നിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഡിവൈഡർ ഉണ്ട്, അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അതുവഴി വരില്ല എന്നുള്ള സുരക്ഷിതമായ സ്ഥാനം എന്ന് കരുതിയാകണം അവർ അവിടെ കിടന്നത്. കുറേ നാളുകളായി അവർ അവിടെ തന്നെയാണ് ഉറങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇന്നലെ ഈ ക്ലീനർ ആയിരുന്നോ ലോറി ഓടിച്ചിരുന്നത്, ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണോ വണ്ടി ഓടിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും രാവിലെ ആളുകൾ ഉണ്ടായിരുന്നു റോഡിൽ. അതുകൊണ്ട് തന്നെ ഈ പരിക്കേറ്റവരെ വളരെ പെട്ടെന്ന് ആശുപത്രികളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ഒരാളുടെ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ നില ഗുരുതരമല്ല എന്നാണ്, നിസാര പരിക്കുകളാണുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഈ ലോറി ഡ്രൈവറെയും ക്ലീനറെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണം. അമിത വേഗത്തിലായിരുന്നു ലോറി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ സമയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാജു, ഈ പരിക്കേറ്റവരുടെ നില അത് നമുക്ക് അവരെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അവരിൽ നിന്നുമാണ് ഇനി ഇത് ഏത് സ്വദേശികളാണെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഉള്ളത്. അവരിപ്പോൾ ഏതൊക്കെ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്, അവരുടെ നില എങ്ങനെയാണ്? ആക്ച്വലി പരിക്കേറ്റ 7 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഈ 7 പേരെയും ഇപ്പോൾ സമീപത്തുള്ള ആശുപത്രിയിലും അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവരിൽ ഒരാളുടെ നില മാത്രമാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. ബാക്കിയുള്ളവരെ ശരി രാജു, ഞാൻ രാജുവിലേക്ക് വരെ ഇപ്പോൾ CC മുകുന്ദൻ MLA നമുക്കൊപ്പം ചേരുകയാണ്. MLA, അതിദാരുണമായ വാർത്തയാണ് രാവിലെ തൃശ്ശൂരിൽ നിന്നും വരുന്നത്. 5 പേരാണ്. അതെ, സ്പോട്ടിൽ പോകാണ്ടായി. അപ്പൊ അവിടെ ഒരു നമ്മുടെ പണി നടത്തുന്നതാണ് ഈ ലോറി അടിച്ചു കയറിയത്. അതിന്റെ വിശദമായ വിവരങ്ങൾ പോലീസ് പരമായിട്ട് പരിശോധിച്ചിട്ടാണ് മൂലം പറയാൻ കഴിയുന്നത്. ഈ ദാരുണമായ ഒരു
ബാരിക്കേഡ് തകർത്തിട്ടാണ് ലോറി കയറി ഉള്ളിലേക്ക് കയറിയത്. അപ്പൊ അതിന്റെ ക്രമീകരണം നമ്മുടെ അമ്പലത്തിന്റെ ആകാശവുമായി ബന്ധപ്പെട്ട യാത്രാക്രമേണകൾ പരിഹരിച്ചു വരുന്നുള്ളൂ. അപ്പോഴാണ് രാത്രി ബന്ധി കയറാതെ സാധ്യതയുണ്ടായത്. അവിടെ എത്ര പേര് 5 കുട്ടികൾ 2 കുട്ടികൾ മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായി എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഹോട്ടലൊക്കെ പോയി എന്ന് അന്വേഷിച്ച് പോലീസുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ അമ്പലത്തിന്റെ ഭാരവാഹികളൊക്കെ ചർച്ച ചെയ്തിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും അധികം അപകടകരമായിട്ട് ഉണ്ടായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകാശി ദിനം നമ്മുടെ നാട്ടിലെ മറ്റുള്ള പഞ്ചായത്തിൽ വ്യാപിക്കുന്നു. അത് അപകടമാണ്. അവിടെ പരിഹരിക്കുന്ന ആവശ്യമായ നടത്താനായിട്ട് ഞാൻ മറ്റേ പോലീസും അതുപോലെ തന്നെ അമ്പലത്തിന്റെ ഭാരവാഹികളായിട്ട് ബന്ധപ്പെട്ട് എടുപ്പിച്ചാലും പറയുന്നത് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് ഡ്രൈവറ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത്. അല്ലെങ്കിൽ പൂർണ്ണമായ റിപ്പോർട്ട് പറയാൻ ഇനിയിപ്പോ അവരും കൂടി ആലോചിച്ചിട്ടാണെങ്കിൽ പൂർണ്ണമായ റിപ്പോർട്ട് പറയാൻ കഴിയും. എന്തായാലും മനുഷ്യനെ വേദനിക്കുന്ന ഒരു അനുഭവമാണ് എത്തുന്നത്. അതിനാവശ്യമായ നടപടി സ്വീകരിച്ച് നമ്മുടെ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ചെയ്തു കൊടുക്കാൻ സ്വീകരിക്കുന്നതിന് എന്നുള്ള നിർദ്ദേശം ടൂറിസമായിട്ട് നടത്തിയിട്ടുണ്ട്. ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് കൂടുതൽ അപകടം പറ്റാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഇന്നത്തെ ഏകാശി ക്രമീകരണത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഇടപെട്ടിട്ടുണ്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. MLA, ഒരു കാര്യം കൂടി, പോലീസ് എന്താണ് ഇതിൽ പറയുന്നത്? ഈ അമിത വേഗം ഇവർ ഉറങ്ങിപ്പോയതാണോ, മദ്യപിച്ചിരുന്നോ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ MLAക്ക് ലഭിക്കുന്നുണ്ടോ? അല്ല, എനിക്കല്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് നൂലത് പരിശോധിച്ചിട്ട് പറയാന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും എന്റെ മനസ്സിൽ പറഞ്ഞത് ലോറിക്കാര് മദ്യപിച്ചു കാണും. പിന്നെ ഏകാശി എന്ന് പറഞ്ഞ ആ പ്രദേശം മുഴുവനും ജനങ്ങൾ വന്നു നിറഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ അകത്ത് ഒരു ക്രമീകരണം പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കുറവുകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഇതിപ്പോ 2-3 ദിവസമായിട്ട് നടക്കുന്ന നമ്മുടെ ഏകാശി പ്രോഗ്രാമാണ്. അതിൽ ഇനി വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അടിയന്തരമായി ചെയ്യിപ്പിക്കുന്ന നടപടി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്ത് പോലീസ് ഇടപെട്ട് അതിന്റെ ആവശ്യമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ അപകടം പറ്റിയ കൂട്ടുപേര് കുടുംബങ്ങളോട് സ്വീകരിച്ചാണ്. അവർക്കൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അടുത്ത് പറയാനാണ് ചെയ്യുന്നത്. ശരി, വളരെയധികം നന്ദി. CC മുകുന്ദൻ MLA ആണ് നമ്മളോട് സംസാരിച്ചത്. കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ ലോറിയാണ് അതിദാരുണമായ അപകടത്തിലേക്ക് നീങ്ങിയത്. ഈ ലോറി രാവിലെ പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. ഉറങ്ങിക്കിടന്ന നാടോടി സംഘത്തിന് മുകളിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അതിവേഗതയിലായിരുന്നു, അമിത വേഗതയിലായിരുന്നു ലോറി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും 2 പേരെയും, ലോറി ഡ്രൈവറെയും ക്ലീനറെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. 2 പേരിൽ ക്ലീനറാണ്, ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണ് ലോറി ആ സമയത്ത് ഓടിച്ചിരുന്നത് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിനേരം അതിദാരുണമായ വാർത്തയാണ് രാവിലെ പുറത്തു വരുന്നത്. 5 പേരാണ്, 2 കുട്ടികളടക്കം 5 പേരാണ് മരിച്ചത്. രാജു ഗുരുവായൂർ തുടരുന്നുണ്ട്. രാജു, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? പോലീസിൽ നിന്നൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഒരിക്കൽ കൂടി? അശ്വതി, തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പോലീസ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കൂടാതെ പോലീസും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. കാരണം 7 പേരാണ് ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിലുള്ളത്. ഇവരുടെ ഭാഗത്ത് നിന്ന് ആയിരിക്കണം ഇവർ എവിടെ താമസിക്കുന്നവരാണ്, അതോടൊപ്പം തന്നെ എന്താണ് ഇവരുടെ പേരുകൾ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങൾ പുറത്ത് ശേഖരിക്കാനുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം നമുക്കത് ലഭ്യമാവുകയും ചെയ്യും. എന്നാൽ അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി തൃപ്രയാറിൽ നാട്ടികയിൽ നടന്നത്. തൃപ്രയാർ ഏകാദശി ആഘോഷങ്ങൾ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായി എപ്പോഴും അവിടെ തിരക്ക് കൂടിയൊരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവം ഉണ്ടായപ്പോൾ അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റു കാര്യ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും ഇവിടെയുള്ള നാട്ടുകാർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിനായി പോലീസും മറ്റു സംഘടനകളും രംഗത്ത് എത്തി. അതോടൊപ്പം തന്നെ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം ഉണ്ടായതുകൊണ്ടാണ് കൂടുതൽ അപകടങ്ങളും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാതിരുന്നത്. എന്നിരുന്നാലും അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെയോടെ നമുക്ക് ഇവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്. അശ്വതി, അതാണ് രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവരുടെ പാത്രങ്ങൾ, നാടോടി സംഘം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അവർ വിരിച്ചു കിടന്ന
പേപ്പറും ഒക്കെ നമുക്കവിടെ കാണാം. അതിദാരുണമായ വളരെ ദുഃഖം ജനിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. ഇപ്പോൾ വി കെ രാജു കൊടുങ്ങല്ലൂർ DYSP നമുക്കൊപ്പം ചേരുകയാണ്. സാർ, എന്താണ് സാർ ഇപ്പോൾ ഈ ദാരുണമായൊരു വാർത്തയാണ്. അമിത വേഗതയിലായിരുന്നു ലോറി. താങ്കൾക്ക് തരാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹലോ സാർ, കേൾക്കാമോ? ഓക്കെ. നാട്ടികയിലെ പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു തടി ലോറി അമിത വേഗതയിൽ വന്ന് അവിടെ പണി നടക്കുന്ന റോഡിന്റെ അവിടെ കിടന്ന് ഉറങ്ങിയിരിക്കുന്ന സമയത്തേക്കാണ് ഈ ലോറി പാഞ്ഞു കയറിയിരിക്കുന്നത്. 5 പേര് മരിച്ച വിവരമാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. 6 പേർക്ക് പരിക്കായിട്ട് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലുണ്ട്. ഈ അമിത വേഗത ഒപ്പം ഈ അദ്ദേഹത്തിന്റെ കോൾ കട്ടായിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അത് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത്. അതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഈ പ്രതികളെ സംബന്ധിച്ച്, ഈ ലോറി ഡ്രൈവറെയും ക്ലീനറെയും സംബന്ധിച്ചാണ് നമുക്കിനി കൂടുതൽ അറിയേണ്ടത്. പക്ഷേ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചില്ല. എന്തായാലും അതിദാരുണമായ വാർത്തയാണ് രാവിലെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള. 5 പേരാണ്, 2 കുട്ടികളടങ്ങുന്ന 5 പേരാണ് മരിച്ചത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. പരസ്യപ്പോര് ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്കും കെ സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമാകുന്നതിനുമിടെ BJP നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ. സുരേന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് സുരേന്ദ്രൻ. കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചത് പോലും നാടകമാണ് എന്നാണ് സുരേന്ദ്രനെ എതിർക്കുന്നവരുടെ നിലപാട്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിന്റെ മുഖ്യ അജണ്ടയാണ്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. സുരേന്ദ്രന് കേന്ദ്രത്തിൽ വിശ്വാസം അർപ്പിച്ച് സുരേന്ദ്രൻ മുന്നോട്ട് പോകുന്നു. അതേസമയം ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. പക്ഷേ തോൽവി വരുമ്പോൾ മാത്രം പ്രസിഡന്റിന്റെ മേൽ മുഴുവൻ പഴിയും ചാരുന്നത് അത് ശരിയല്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതേസമയം സുരേന്ദ്രനെതിരെ ഒരു പടയൊരുക്കം അത് അവിടെ നടക്കുന്നുമുണ്ട്. ഇന്ന് നേതൃയോഗം ചേരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം BJPയുടെ നേതൃയോഗമാണ് നടക്കുന്നത്. ഇതിൽ സംഘടനാ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട് സംഘടനാപരമായെന്നെല്ലാം തന്നെ പറയുമ്പോഴും ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി തന്നെയാണ് ഇതിലെ ശക്തമായ വിഷയമാകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായത്. അതിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് കുറവുണ്ടാകുന്നു. നഗരസഭയിൽ 4000 വോട്ടിൻ്റെ അടക്കമുള്ള കുറവിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ മുൻപ് നേടിയതിനേക്കാൾ 10,000-ഓളം വോട്ടിൻ്റെ കുറവ് ആകെ അതിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ആര് ഉത്തരവാദിയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം എന്നാണ്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രാദേശികമായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരവാദി ആര് എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് സന്ദീപ് വാര്യർ BJP വിടുന്നത്. സന്ദീപ് വാര്യർ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു കളത്തിൽ തന്നെയാണ് BJP വിടുന്നത്. അദ്ദേഹത്തിൻ്റെ അസ്വാരസ്യങ്ങൾ പരസ്യമാകുന്നു. ഒപ്പം കെ സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അത് ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു. ശോഭാ സുരേന്ദ്രൻ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. ആദ്യം പരിഗണിക്കപ്പെട്ട പേരുകളിൽ അവരുടേതടക്കമുള്ള പേരുകളുണ്ടാകുന്നു. അതിൽ സമ്മർദ്ദം ചെലുത്തി ചിലർ മാറ്റിയെന്ന ആക്ഷേപങ്ങൾ വരുന്നു. അങ്ങനെ വലിയ ചർച്ചകളുടെ ഒരു ഇടമായിട്ട് ഇന്ന് BJP നേതൃയോഗം മാറും. അത് പാലക്കാട് വിഷയത്തിൽ പലർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാനുണ്ട് എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നലെ മുൻ കേന്ദ്രമന്ത്രിയും നേതാവുമായ V മുരളീധരനെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു താൻ പുറത്തൊന്നും പറയാനില്ല, പക്ഷെ തനിക്ക് അഭിപ്രായങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അത് പറയേണ്ടത് മാധ്യമങ്ങളോടല്ല, താനത് കൃത്യമായി പറയുമെന്ന് പറയുന്നു. നമുക്കറിയാം ഇപ്പോൾ V മുരളീധരനും കെ സുരേന്ദ്രനുമായുള്ളൊരു അകൽച്ചയുണ്ട് എന്ന പരസ്യമായി BJPക്കകത്ത് പറയുന്നൊരു സമയം കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് കെ സുരേന്ദ്രൻ പറയുന്നത് താൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, മാറി നിൽക്കാനുള്ള സന്നദ്ധത കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നു എന്നതെല്ലാം തന്നെ പറയുന്നതെല്ലാം കൂട്ടി വായിക്കപ്പെടേണ്ടതാണ്. എന്തായാലും കേന്ദ്രം നേതൃത്വം അത് അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്നൊരു വിശ്വാസം സുരേന്ദ്രനൊപ്പം ഉള്ളവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ ഈ ഒരു കുറ്റപ്പെടുത്തൽ ചെന്ന് പ്രാദേശിക നേതൃത്വത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ പ്രാദേശിക നേതൃത്വത്തിലേക്കൊക്കെ എല്ലാം തന്നെ ഉണ്ടായാൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പാലക്കാടും ചുറ്റുപാടും തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ ഇന്ന് നേതൃയോഗം കൈകാര്യം ചെയ്യുന്നു എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് BJP നേതൃയോഗത്തിൽ കെ സുരേന്ദ്രൻ തന്നെയായിരിക്കും ഇതിലൊരു മുഖ്യമായും ഇതിൽ ഉത്തരങ്ങൾ പറയേണ്ട. അദ്ദേഹത്തിന് നേരെ തന്നെയായിരിക്കും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമായപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി ഇന്ന് ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ അതിൽ ഏറ്റവും പ്രധാനം പാലക്കാട്ട് നേരിട്ട കനത്ത തിരിച്ചടി തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതലായും ഇന്ന് നേതൃയോഗത്തിൽ ഉയർന്നു വരും. ശരി ഡാനി, മറ്റൊന്ന് കൊച്ചിയിൽ നിന്ന് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു വാർത്ത കോടതി വാർത്തയാണ്. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി ചോദ്യം ചെയ്ത് എസ്റ്റേറ്റുകൾ നൽകിയ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണല്ലോ. എന്താണ് പ്രതീക്ഷിക്കേണ്ട? അവരുടെ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്? അശ്വതി, പുനരധിവാസവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ കണ്ടുവെച്ച മേഖലകൾ അതിൽ ഈ പുനരധിവാസം അതിൻ്റെതായ നിയമങ്ങൾ എടുത്തുകൊണ്ട് അതിൽ ഏറ്റെടുക്കുവാനുള്ള ഒരു നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നത്. രണ്ട് ഭൂമികൾ, രണ്ട് എസ്റ്റേറ്റുകൾക്ക് കീഴിലുള്ള ഭൂമികളാണ്. അതിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെയും അതോടൊപ്പം തന്നെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൻ്റെയും ഭൂമികൾ ഇതിൽ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് ഇതിൽ തടസ്സമായിട്ട് തങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത് കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിലവിൽ ഹൈക്കോടതി ഇതിലൊരു തീരുമാനമാകും വരെയും ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിയായ കാര്യങ്ങൾക്ക് സർക്കാർ അത് സർക്കാരിനോട് ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിലൊരു തീരുമാനമാകും വരെയും അതിൽ ഒരു ഹൈക്കോടതിയുടെ ഇടപെടൽ നിലവിലുണ്ട്. ഇതിൽ എൽസൺ ഭൂമി എസ്റ്റേറ്റ് അവർ പറയുന്നത് ന്യായമായ വില തങ്ങൾക്ക് ലഭിക്കണം എന്ന് പറയുന്നുണ്ട്. സർക്കാർ ഒരു ഭാഗത്ത് ഈ ഭൂമി ന്യായമായ വില നൽകി തന്നെയാണ് തങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൽസൺ കമ്പനി പറയുന്നത് കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് ന്യായമായ ഇതിൽ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ കൂടിയേ തീരൂ എന്ന് അവർ ബോധിപ്പിക്കുന്നു. അതോടൊപ്പം ഹാരിസൺ മലയാളം ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് തങ്ങൾക്കും ഈ ഇതിൽ തിരിച്ചടികളുണ്ടായിട്ടുണ്ട്, ഉരുൾപൊട്ടലടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾക്കും കനത്ത നഷ്ടങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല, അനുയോജ്യമായ മറ്റ് ഇടങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഏകപക്ഷീയമായിട്ട് ഇത്തരം അന്വേഷണങ്ങൾ ഈ ചുരുക്കം ചില ഭൂമികളിലേക്ക് ചുരുക്കാതെ മറ്റിടങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് ഈ ഉരുൾപൊട്ടലിൽ തങ്ങളുടെ നഷ്ടം കൂടി പരിഗണിക്കണം, തങ്ങൾക്കും തിരിച്ചടികൾ നേരിട്ടുള്ളതാണ് എന്നൊരു കാര്യം കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. എന്താണ് കോടതി കാര്യങ്ങളിൽ നിരീക്ഷണം നടത്തുക എന്നതാണ്. ഒപ്പം ഈ സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്താണ് ബോധിപ്പിക്കാനുള്ളത് എന്നത് കൂടി അറിയേണ്ടതുണ്ട്. കാരണം പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വളരെയധികം ദൂരം മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു തടസ്സങ്ങളിലേക്ക് വരുന്നത്. അത്തരം കാര്യങ്ങൾ മറികടക്കാൻ അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ വിശ്വാസത്തിലേക്ക് എടുക്കുന്നതിന് വേണ്ടി സർക്കാർ എന്താണ് ഇനി ഇതിന് മറുപടിയായി പറയേണ്ടതെന്നതടക്കം ഇന്ന് കോടതി നടപടികളിലൂടെ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ഡാനി, എന്തായാലും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് പറയുമെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമല സന്നിധാനത്ത് ഏറ്റവും ക്ലേശമേറിയ സേവനങ്ങളിലൊന്നാണ് 18-ാം പടി ഡ്യൂട്ടി. 18-ാം പടിയിലൂടെ ഏറ്റവും വേഗത്തിൽ ഭക്തരെ കടത്തിവിട്ടാൽ സന്നിധാനം മുതൽ പമ്പ വരെയുള്ള ഇടങ്ങളിലെ തിരക്ക് കുറയ്ക്കാനാകും. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അനീഷ, ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക്, റെക്കോർഡ് തിരക്ക് അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ദേവസ്വത്തെ സംബന്ധിച്ചും അവർ വലിയ സംതൃപ്തരാണ്. വരുമാനത്തിലും വലിയ രീതിയിലുള്ള വർധനയുണ്ടാകുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? MS അനീഷ് കുമാറാണ് സന്നിധാനത്ത് നിന്നും ചേരുന്നത്. അനീഷ, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് ഇന്നും തിരക്ക് തന്നെയാണോ? അനീഷ, കേൾക്കാമോ? സന്നിധാനത്ത് വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത്. ഇന്നത്തെ അവസ്ഥ എന്താണ് അനീഷ്?
തീർച്ചയായും വലിയ ഭക്തജനത്തിരക്ക് തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വാരാന്ത്യം മുതലാണ് സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത്. ഏതാണ്ട് 70,000-ലധികം അല്ലെങ്കിൽ 75,000-ലധികം ആളുകൾ പ്രതിദിനം വന്നു പോകുന്നുണ്ടായിരുന്നു. ഇന്നലെയും ഏതാണ്ട് അതിനടുത്ത് തന്നെ ആൾക്കാർ സന്നിധാനത്തേക്ക് എത്തി. ഇന്നിപ്പോൾ രാവിലെ നട തുറന്ന ശേഷം 20,000-ലധികം ഭക്തരെത്തി. 7 മണി വരെയുള്ള കണക്കാണ്. ഇപ്പോൾ ഏതാണ്ട് 25,000 ഭക്തരിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ നട തുറന്നപ്പോൾ ഭക്തരുടെ നീണ്ട നിര നടപ്പന്തലും പിന്നിട്ട് താഴേക്ക് നീളുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ വലിയ തോതിൽ ആളുകൾ വന്ന് സന്നിധാനത്ത് തമ്പടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ പമ്പയിലും സന്നിധാനത്തും മറ്റ് ശരണപാതയിലും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെയാണ് അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. 18-ാം പടിക്ക് താഴെ ഭക്തർ നിറഞ്ഞു നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ തോതിൽ തീർത്ഥാടകരെത്തുമ്പോഴും കാര്യമായ ദർശനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഇപ്പോഴും ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് തീർത്ഥാടകർ പലരും പറയുന്നത്. അവർക്ക് സുഗമമായി അയ്യപ്പ ദർശനത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ ഇന്ന് 12 വിളക്ക് ദിനമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായി 12 വിളക്കുമായി ബന്ധപ്പെട്ട വിവിധ ചടങ്ങുകൾ പല ക്ഷേത്രങ്ങളിലുമൊക്കെ നടക്കുന്ന ദിവസം. സാധാരണഗതിയിൽ ശബരിമല സന്നിധാനത്തിന് പുറപ്പെടാൻ വൃശ്ചികം 1-ന് മാലയിട്ടാൽ ഒരു 10 ദിനമെങ്കിലും നോമ്പ് നോറ്റ ശേഷമാണ് ആളുകൾ സാധാരണ ശബരിമലയിലേക്ക് പോകുന്നത്. നമുക്ക് എന്തായാലും ചില ഭക്തരോട് തന്നെ ചോദിക്കാം. എവിടുന്നാ വരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റവും ദർശനം? ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. കൂട്ടം തെറ്റിപ്പോയി. കൂട്ടമുള്ളവരെ കണ്ടിട്ടില്ല. ബാക്കിലാണ്, കുറെ മുന്നിലും ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മലക്കയറ്റമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഇതായിരുന്നു. എങ്ങനെയുണ്ട്? ദർശനം നടത്തിയോ? അതോ ദർശനം കഴിഞ്ഞു ഇറങ്ങാൻ പോവാ, തൊഴുതിട്ട് ഇറങ്ങാൻ പോവാ. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല? ഇല്ല, സുഖദർശനം. ഇതാണ് ഭക്തർ പൊതുവെ പറയുന്നത്. എന്തായാലും അവർ ആദ്യത്തെ ദർശനം കഴിഞ്ഞ് രണ്ടാമത് സിവിൽ ദർശനത്തിലൂടെ ക്യൂ നിന്ന് വീണ്ടും അയ്യപ്പനെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്ന ഭക്തരെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്നു മുതൽ കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തും. ഒരു മിനിറ്റിൽ ഏതാണ്ട് 80 പേരെ വെച്ച് 18-ാം പടിയിലൂടെ കയറ്റിവിടുകയാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെ പോലീസിന്റെ പുതിയ ബാച്ച് ചുമതല ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് ആദ്യ മണിക്കൂറുകളിലൊക്കെ ഏതാണ്ട് 70 പേർ വരെ വെച്ചാണ് കടത്തിവിടാൻ കഴിഞ്ഞത്. പക്ഷേ അവർ കൂടുതൽ പരിചയസമ്പത്ത് ലഭിക്കുന്നതോടുകൂടി 80 പേരെ വെച്ച് കടത്തിവിടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ സന്നിധാനത്തെ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസും ദേവസ്വം ബോർഡും ഉള്ളത്. ശരി, MS അനീഷ് കുമാറാണ് ആ വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ ശബരിമല ദർശനത്തിന് കാണിക്ക സമർപ്പിക്കാനെന്ന വ്യാജേന പണപ്പിരിവുമായി കുട്ടികളുടെ സംഘം എത്തിയിരിക്കുന്നു. തമിഴ്നാട് സ്വദേശികളായ കുട്ടികളാണ് ചെറു സംഘങ്ങളായി തിരിഞ്ഞ് ജില്ലയുടെ വിവിധ മേഖലകളിൽ എത്തിയത്. 3-4 കുട്ടികളടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ എത്തിയത്. ശബരിമല ദർശനത്തിന് മുന്നോടിയായുള്ള വ്രതത്തിന്റെ ഭാഗമായാണ് എത്തിയതെന്നായിരുന്നു കുട്ടികൾ പറഞ്ഞത്. ചെറിയ കുടവുമായി എത്തിയ കുട്ടികൾക്ക് മിക്കവരും പണവും നൽകി. ഒരാഴ്ചയിലധികമായി ഇവർ പതിവായി എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നെടുങ്കണ്ടത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കുട്ടികളോട് വിവരം തിരക്കി. എന്നാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് കുട്ടികൾ പറഞ്ഞത്. മധുരയിൽ നിന്നെത്തിയ തങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നതിന് മുന്നോടിയായി കമ്പത്ത് തങ്ങുകയാണെന്ന് ആദ്യം അറിയിച്ചു. പിന്നീട് കമ്പം നിവാസികളാണെന്നും ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നതിനാണ് പണം സ്വരൂപിക്കുന്നതെന്നും അറിയിച്ചു. സംശയം തോന്നിയ നാട്ടുകാർ കുട്ടികളുടെ ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അവരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. തുടർന്ന് നാട്ടുകാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഉടൻ തന്നെ തമിഴ്നാട്ടിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയിട്ടും ഇവരുടെ രക്ഷിതാക്കളെ വിവരം അറിയിക്കാനോ തമിഴ്നാട് പോലീസിൽ വിവരമറിയിക്കാനോ നെടുങ്കണ്ടം പോലീസ് തയ്യാറായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതേസമയം നെടുങ്കണ്ടത്തിന് പുറമെ തൂക്കുപാലം, അടിമാലി, കമ്പംമെട്ട്, കട്ടപ്പന, കുമളി തുടങ്ങിയ വിവിധ മേഖലകളിൽ കുട്ടികളുടെ സംഘങ്ങൾ എത്തുന്നതായും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിൽ നടപടി. പബ്ലിക്കേഷൻസ് വിഭാഗം മാനേജർ AV ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തു. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ നടപടികളിൽ വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഇ.പി. ജയരാജന്റെ ആത്മകഥാ പ്രസിദ്ധീകരണത്തിൽ കരാറുണ്ടായിരുന്നില്ലെന്ന വാദം തള്ളി DC ബുക്സ്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂവെന്ന് വിശദീകരണം. കോട്ടയം DYSP PK G അനീഷിന് മുൻപാകെ രവി DC മൊഴി നൽകി. അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറി. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ K സുരേന്ദ്രന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തം. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ളവർ സുരേന്ദ്രനെതിരെ രംഗത്ത്.
പരാജയത്തിന് കാരണം സുരേന്ദ്രനോട് ചോദിക്കണമെന്ന് വി മുരളീധരൻ. MT രമേശും കുമ്മനം രാജശേഖരനും അടക്കമുള്ളവരും അതൃപ്തി. പാർട്ടിയിലെ പടയൊരുക്കത്തിന് പിന്നാലെ രാജ്യസന്നദ്ധത അറിയിച്ച് കെ സുരേന്ദ്രൻ. ദേശീയ അധ്യക്ഷൻ JP നദ്ദയും BL സന്തോഷിനെയും രാജ്യസന്നദ്ധത അറിയിച്ചു. തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതായി സുരേന്ദ്രൻ. രാജിവെക്കേണ്ടതില്ലെന്ന് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. വിവാദങ്ങൾക്കിടെ നേതൃയോഗം നാളെ എറണാകുളത്ത് ചേരും. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ തന്റെ അഭിപ്രായം പറയേണ്ട വേദികളിൽ പറയുമെന്ന് വി മുരളീധരൻ. BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ലെന്നും പാർട്ടി മറ്റ് പ്രധാന ചുമതലകൾ നൽകിയിട്ടുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ പാലക്കാട് BJPയിലും തുറന്ന പോര്. N ശിവരാജന് പുറമെ പരസ്യ പ്രതികരണവുമായി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനും. C കൃഷ്ണകുമാറിനും BJP നേതൃത്വത്തിനും വിമർശനം. നഗരസഭാ ഭരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് പ്രമീള. കേസ് ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ പുരസ്കാരങ്ങൾ നൽകി ന്യൂസ് 18 കേരള. കൊച്ചിയിൽ നടന്ന അതിഗംഭീര ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ സോഷ്യൽ കാറ്റലിസ്റ്റ് വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹമായത് ഹരി പത്തനാപുരമാണ്. ഹരിച്ചേട്ടൻ നമുക്കൊപ്പം ചേരുകയാണ്. അതിനു മുൻപ് ഹരി പത്തനാപുരത്തിനാണ് പുരസ്കാരം ലഭ്യമായത്. നമ്മുടെ സോഷ്യൽ കാറ്റലിസ്റ്റ് പുരസ്കാരം നേടിയ ഹരി പത്തനാപുരം നമുക്കൊപ്പം ചേരുകയാണ്. ഹരിച്ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഈ സോഷ്യൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുരസ്കാരം, അത് ആദ്യമായിട്ടാണോ? പുരസ്കാരമേ ആദ്യമായിട്ടാണ്. ഞാൻ പുരസ്കാരങ്ങൾക്ക് എതിരുള്ള ഒരാളാണ്. പക്ഷെ അത് ന്യൂസ് 18 പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്തൊരു ജെനുവിനിറ്റി ഉണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, പലപ്പോഴും പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ലഭിക്കുമ്പോൾ ആളുകൾ തന്നെ ട്രോളി തുടങ്ങിയ ഒരു കാലമാണ്. പക്ഷെ അത് ന്യൂസ് 18 പോലെയുള്ളൊരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ എത്തിയത്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഈ അല്ലാതെയുള്ള പലപ്പോഴും അവാർഡുകളൊക്കെ കിട്ടുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി മധുരമാണ് ന്യൂസ് 18 പോലെയുള്ള ഒരു ചാനൽ ഒരു അവാർഡ് പ്രഖ്യാപിക്കുക. കാരണം നിങ്ങൾ അത്രയും ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ മനസ്സറിയുന്ന ഒരു ചാനലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അത്രയേറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമല്ലോ എനിക്കിങ്ങനെ ഒരു അവാർഡ് തന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കാറ്റഗറീസ് വരുമ്പോൾ സോഷ്യൽ കാറ്റലിസ്റ്റ് എന്നൊരു കാറ്റഗറി വരുന്നു. അതിൽ ആർക്ക് പുരസ്കാരം എന്നതിലാണ് നമുക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടി വന്നില്ല ഹരിച്ചേട്ടന്റെ പേര് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടൊക്കെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചെടുക്കാൻ നിങ്ങളെ ഞാൻ പറയട്ടെ, ഒരു വലിയ, അതായത് ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു വലിയ ഒരുപാട് ചൂഷണങ്ങളൊക്കെ നടന്നൊരു മേഖലയാണ് ജ്യോതിഷം. അത് ജനങ്ങളിലേക്ക് ജനപ്രിയമായി എത്തിച്ച ഒരു മനുഷ്യനാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വളരെ ലളിതമായിട്ടുള്ള സംസാരം, നമ്മൾ മറ്റേ എന്താണ് ശുക്രൻ മറ്റേ വ്യാഴം ഇത് വരുന്നു, വെള്ളിയാഴ്ച വെള്ളി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ മാറി മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ, അതുപോലെ ജ്യോതിഷവും സമയവും ഒക്കെ ഗുണം, അതായത് മനുഷ്യന് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, ദോഷം വരുത്തുന്ന രീതിയിലല്ല എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ വാക്കുകൾ, അത് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായി കണ്ടത്. അതെ, ശരിയാണ്. എനിക്കും അത് തോന്നി. നമ്മളും ഈ പുറത്തൊക്കെ പോകുമ്പോൾ പലപ്പോഴും ആളുകൾ വന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളാണ്. ഈ മനസ്സിലാകുന്ന രീതിയിൽ ഒരു കാര്യത്തെ, അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് എന്ന് ചിന്തിച്ചിരുന്ന കാലത്ത് നിന്ന് ഇതുകൊണ്ട് ജനങ്ങൾക്ക് കുറച്ചൊക്കെ ഉപകാരമുള്ള കാര്യമാണ്, വിശ്വാസികൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന, സംതൃപ്തി തോന്നുന്ന കാര്യമാണ്. പിന്നെ അത് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് കേട്ടപ്പോ ശരിക്കും ഒരു ഇരട്ടി മധുരം. ഹരിച്ചേട്ടാ, വേദിയെ കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ അജു വർഗീസ് ആണ് ചേട്ടന് പുരസ്കാരം നൽകിയത്. എന്തോ അജു വർഗീസ് ആണല്ലോ പുരസ്കാരം നൽകിയ, ആ വേദിയെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? അതെ, അജു വർഗീസ് ആണ്. അജു വർഗീസ് ഞാനുമായിട്ട് നേരത്തെ നല്ല അടുപ്പമുള്ളവരാണ്. ഞങ്ങള് വാട്സപ്പിലൊക്കെ സംസാരിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പുരസ്കാരം നേടി എന്നുള്ളത്, ലഭിച്ചു എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്. മാത്രമല്ല, ഞാൻ അതിൽ അവിടെ ചെന്നപ്പോഴാണ് ഒരുപാട് ഈ സോഷ്യൽ മീഡിയ പല മേഖലകളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്.
നല്ല ഒരു ജനങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന, അതായത് പൊതുവെ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളല്ലാത്ത ഒരു കൂട്ടം ആളുകളെ അവിടെ പരിചയപ്പെടാൻ കഴിഞ്ഞു. മാത്രമല്ല മനോഹരമായ ഒരു വേദിയായിരുന്നു. അതിന്റെ ഒരു സംഘാടന മികവ് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. കാരണം അത്രയേറെ മികച്ച ഒരു സംഘാടനം. ശരിക്കും പലപ്പോഴും നമ്മൾ പലരും പറയുന്ന ഒരു കാര്യം, ഈ എന്റർടൈൻമെന്റ് ചാനലുകൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജ് ഷോകൾ നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളത്. കാരണം ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഷോ ചെയ്തൊരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ന്യൂസ് 18 എന്ന വാർത്താ ചാനൽ എത്ര മനോഹരമായിട്ടാണ്, എത്ര കൃത്യതയോടെയാണ് ഒരു മികച്ച ഒരു വലിയൊരു സ്റ്റേജ് ഷോ കൈകാര്യം ചെയ്യുന്ന അതേ ലാഘവത്തോടുകൂടി വളരെ മനോഹരമാക്കി അങ്ങനെ ഒരു അവാർഡ് ഫംഗ്ഷൻ സംഘടിപ്പിച്ചു. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. നല്ലൊരു വേദിയായിരുന്നു. ഒത്തിരി ആളുകളെ പരിചയപ്പെടാനും ഒരുപാട് ആളുകളെ അടുത്തറിയാനും സാധിച്ചു എന്നുള്ളതാണ്. ഈ അവാർഡ് കിട്ടിയതിനേക്കാൾ എനിക്ക് സന്തോഷം തോന്നിയത് ന്യൂസ് 18 പ്ലാറ്റ്ഫോമിലാണ്. അതിനുശേഷം നിങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർമാർ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഇപ്പൊ ഒരു സമ്മാനം തരാം, എനിക്ക് ന്യൂസ് 18 താങ്കൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സമ്മാനം തരാമെന്ന് പറഞ്ഞു. ഞാൻ ധൈര്യമായിട്ട് എന്റെ ഫോൺ എടുത്തു കൊടുത്തു. കാരണം ഞാൻ കാലങ്ങളായിട്ട് ന്യൂസ് 18 ഫോളോ ചെയ്ത് അതിലെ വാർത്തകൾ കാണുന്ന ആളാണ്. പക്ഷെ സമ്മാനം കിട്ടിയില്ല കേട്ടോ. ആണോ? ആ സമ്മാനം തരാത്ത ആരാണെന്ന് ഞാൻ ചോദിച്ചറിഞ്ഞ ആ സമ്മാനം വീട്ടിലെത്തിക്കുന്നതായിരിക്കും കേട്ടോ. ഹരി, അതാണ് ഹരിയാണ്. ചേട്ടനോട് ഹരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നല്ലേ. ഈ നമ്മള് ഈ ഒരു താങ്കൾ പറഞ്ഞല്ലോ സംഘാടന മികവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് സത്യമാണ്, ഒരു ന്യൂസ് ചാനൽ ഇത്തരത്തിലൊരു പുരസ്കാര ദാന ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കീർണതകളുണ്ട് അതിന്. അതെ അല്ലെ, ഒരുപാട് വെല്ലുവിളികളുണ്ട്. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ പുറത്തുനിന്ന് ഒരു അവതാരകരെ പോലും കൊണ്ടുവരാതെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അവാർഡായിട്ട് നിങ്ങൾക്ക് അത് തരുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ, അവാർഡ് ലഭിക്കുന്നവർക്ക് സംസാരിക്കാൻ പല വേദികളിലും അവസരം ഉണ്ടാകില്ല. അതിനൊരു പ്രത്യേക സെഗ്മെന്റ് ഉണ്ടാക്കി അങ്ങനെ തന്നെ അത് പോകണമെന്ന് ഞങ്ങൾക്ക് വലിയ നിർബന്ധമായിരുന്നു. ആ സെഗ്മെന്റ് ഒക്കെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നോ? ആദ്യം വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ചോദ്യങ്ങളായിരുന്നു. എൽദോ ആങ്കർ ആയിരുന്നു. എൽദോ ഒക്കെ നല്ല ചോദ്യങ്ങളാണ്. എൽദോയും ഭവ്യയുമായിരുന്നു. പിന്നീട് അശ്വതി കയറി. അപ്പം ഒരു മനോഹരമായ ഒരു ചടങ്ങ്. പിന്നെ അപ്രതീക്ഷിതമായിട്ടാണ് സദസ്സിൽ നിന്ന് ഒരു ചോദ്യം വന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ ഇത്തരം ചോദ്യങ്ങൾ നിരന്തരം ഫേസ് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് മറുപടികൾ പറയാൻ കഴിഞ്ഞു. മാത്രമല്ല പലപ്പോഴും ഈ ഒരു എന്റർടൈൻമെന്റ് ഷോകളിൽ ഈ സെലിബ്രിറ്റികൾ വരുന്നവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് ആ വന്ന അവാർഡ് സ്വീകരിക്കാനെത്തിയ ആളുകൾ അവർക്ക് പ്രാധാന്യം നൽകുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരെന്താണെന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് വളരെ മികച്ച ഒരു കാര്യമാണ്. വളരെ നല്ല നിലയിലാണ് ന്യൂസ് 18 ചാനൽ ശരിക്കും ആ ഒരു ഷോയെ കണ്ടക്ട് ചെയ്തത്. താങ്ക് യു ഹരിച്ചേട്ടാ. ഒരു കാര്യം കൂടി, ഇനി നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയ അവാർഡ്, നമുക്ക് ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ അങ്ങനെ ഒരു ടൈറ്റില് സോഷ്യൽ കാറ്റലിസ്റ്റ് എന്നുള്ളൊരു അവാർഡാണ് താങ്കൾക്ക് തന്നത്. ഇനി അപ്പോൾ ഒരു ഉത്തരവാദിത്വം കൂടുന്നുണ്ട്, കാറ്റലിസ്റ്റ് എന്നാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇനി പ്ലാൻ? എന്താണ് ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? കൂടുതൽ അതിലേക്കൊക്കെ ഇത് മാത്രമല്ല, ഈ ഉത്തരവാദിത്വം കൊടുത്തു. ഇപ്പൊ താങ്കൾ എന്നോട് ആദ്യമേ പറഞ്ഞു ഞാൻ നല്ല രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോ ശരിക്കും എനിക്ക് സന്തോഷത്തെക്കാൾ എനിക്ക് ടെൻഷനാണ്. ഞാൻ പറയുമ്പോൾ എന്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, പുകഴ്ത്തി പറയുമ്പോൾ ടെൻഷൻ കൂടും. കാരണം എന്താ അറിയാം, അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം നമ്മുടെ വായിൽ നിന്ന്. പക്ഷെ ഞാൻ സ്വയം ഇത് പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ 1.5-2 മണിക്കൂറൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. ഞാൻ പ്രസംഗിച്ചതിലെ ഏതെങ്കിലും ഒരു വാചകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ മറ്റോ ഉപയോഗിച്ച ഒരു ട്രോൾ എനിക്ക് വന്നിട്ടുള്ളതെല്ലാം പോസിറ്റീവായിട്ടുള്ള ട്രോളുകളാണ്. കാരണം ഞാൻ അത്രയേറെ കരുതലോടുകൂടി ഓരോ വാക്കുകളും ഉപയോഗിച്ചാണ് ഇന്ന് വരെ സംസാരിച്ചിട്ടുള്ളതും ഇപ്പൊ അങ്ങയോട് സംസാരിക്കുന്നതും. തുടർന്നും അത്തരത്തിൽ കരുതലോടുകൂടി സംസാരിക്കാൻ എനിക്ക് കഴിയണം. അപ്പൊ ഞാൻ കൂടുതൽ ഗൗരവത്തോടുകൂടി എന്റെ സംസാരത്തെ, എന്റെ അവതരണത്തെ കാണേണ്ടതും മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതും ആണ് എന്നുള്ളൊരു ഒരു ബോധം എന്നിൽ കുറച്ചുകൂടി കൂടും. ശരിക്കും പറഞ്ഞാൽ അവാർഡ് തരുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം നാളെ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് എന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ആ ട്രോൾ ഏറ്റുവാങ്ങേണ്ടത് ഞാൻ മാത്രമല്ല ന്യൂസ് 18 കൂടിയാണ് എന്നുള്ളൊരു ബോധം എന്റെ മനസ്സിൽ ഉണ്ടാകണം. തീർച്ചയായിട്ടും ഈ ഹെയ്റ്റേഴ്സ് ഇല്ല എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഹെയ്റ്റേഴ്സ് കുറവാണ് എന്ന് പറയുന്നത്, കുറവെന്നല്ല ഇല്ല എന്ന് തന്നെ ഹരിച്ചേട്ടൻ പറഞ്ഞു. ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് ഞാൻ ചോദിച്ചത്, കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ താങ്കൾ ചെയ്യുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നത് നർമ്മത്തിൽ പൊതിഞ്ഞാണ് താങ്കളുടെ സംസാരം എന്നുള്ളതാണ് അല്ലെ. കൂടുതൽ ആളുകളെ ചേർത്ത് പിടിക്കുന്നതും അങ്ങനെയാണ്. നേരത്തെ മുതൽ അങ്ങനെയാണോ, അത് സംസാരം അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്താമെന്ന് വിചാരിച്ച് അങ്ങനെ കരുതി അങ്ങനെ സംസാരിക്കുന്നതാണ്? ഒരിക്കലല്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചറിയാം. ഞാൻ എന്റെ ഒരു രഹസ്യമായിട്ടുള്ള സംസാരങ്ങളാണെങ്കിലും
പരസ്യമായിട്ടുള്ള സംസാരങ്ങളാണെങ്കിലും ടിവിയിലാണെങ്കിലും ഇപ്പൊ സംസാരിക്കുന്നതാണെങ്കിലും എല്ലാം ഒരേ ടോണാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാവരോടും സംസാരിക്കാറുള്ളത്. എന്നെ ടെൻഷനായിട്ട് കണ്ടിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ഞാൻ എത്ര ടെൻഷൻ ആണെങ്കിലും ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് അവരോട് പറയും. അത് മാത്രമല്ല നല്ലൊരു കേൾവിക്കാരനാണ്. ഒരാൾ വന്ന് ഒരു വിഷയം പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന് മുഴുവൻ കേട്ടിട്ട് അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയും. ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ എനിക്കാണെങ്കിലും അങ്ങേക്കാണെങ്കിലും ഒക്കെ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു സൊല്യൂഷൻ എടുക്കാൻ കഴിയില്ല. അത് ആരുടെ കാര്യത്തിലാണെങ്കിലും. അപ്പൊ അത്തരത്തിലൊരു സൊല്യൂഷൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ എന്നിൽ കാണുന്ന ഒരു മേന്മ. അത് ചിലപ്പോൾ എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. കാരണം ഒരു ദിവസം തന്നെ നിരവധി ആളുകളുമായി സംസാരിക്കുന്നത് കൊണ്ട്, നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഇപ്പൊ എന്നെ പോലെ ഒരാളെ പെട്ടെന്ന് ട്രാപ്പിലാക്കാൻ പറ്റും, എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നത്. കാരണം ഞാൻ ഒരു ദിവസം 10, 20, 25, 30 പേരെയൊക്കെ ഡെയിലി ഡയറക്റ്റ് കാണുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു മൊബൈൽ ഫോൺ ഒന്ന് റെക്കോർഡിൽ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇയാൾ പുറത്ത് പറയുന്നതല്ല അകത്തെ എന്ന് നിസ്സാരമായിട്ട് എന്നെ ട്രാപ്പിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. പക്ഷെ ഇത്ര വർഷമായിട്ട് അങ്ങനെ പലരും ശ്രമിച്ചിട്ടുണ്ടാകാം. കഴിയാതെ വരുന്നത് എന്താണോ പുറത്ത് പറയുന്നത് അത് തന്നെ ഉള്ളിലും കൊണ്ടു നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ ഹരി അന്ന് ചോദിച്ച ഹരി ഓഡിയൻസിൽ നിന്ന് ചോദിച്ചത് ഹരി ആയിരുന്നു, ഞങ്ങളുടെ ഹരി ആയിരുന്നു. അപ്പൊ ഹരി ചോദിച്ചത് ചൊവ്വാദോഷത്തെ കുറിച്ചായിരുന്നു. അതിന്റെ മറുപടിയും രസകരമായിരുന്നു. അതിനുശേഷം ഹരി, എനിക്ക് തോന്നുന്നു ഹരിയുടെ അമ്മയെ ഹരി കൺവിൻസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചൊവ്വാദോഷം ഒന്നൊരു പ്രശ്നം ഹരിയുടെ കല്യാണം ആയോല്ലേ? ഇല്ല, ഇതുവരെ ആയിട്ടില്ല ചേട്ടാ. നമുക്ക് നോക്കാം. നമുക്ക് അടുത്തൊരു ടാസ്ക് ഹരിയുടെ കല്യാണം നടത്തി കൊടുക്കണം. ശരി, അതിന്റെ ക്രെഡിറ്റ് കൂടി ചേട്ടന് ഇരിക്കട്ടെ. അതെ, നമ്മൾ അന്ന് ഒരു തവണ നമ്മളൊന്ന് സംസാരിച്ചപ്പോ ഇതുപോലെ അതിഥിയായിട്ട് വന്ന സമയത്ത് പാട്ട് പഠിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ വരെ എത്തി? ഇല്ലില്ല, പിന്നെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അത് കൊള്ളാം. പാട്ട് പഠിക്കാന്ന് തീരുമാനിച്ചിട്ട് അപ്പം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടി ദിവ്യാദാസ് എന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞിരുന്നു. മറ്റേ സിസേറിയൻ സമയത്ത് പാട്ട് പാടി. അപ്പൊ അവര് കൊച്ചിയിൽ തൃപ്പൂണിത്തുറയിൽ ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഓഫ്ലൈൻ ആക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊച്ചിയിൽ ഷൂട്ടിന് പോകുന്ന സമയത്ത് അവിടെ കയറി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ന്യൂസ് 18 അടുത്ത എന്തെങ്കിലും ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ നല്ല ഗംഭീര ഒരു പാട്ട് പാടിയിരിക്കും. ആണ്, അതുകൊണ്ട് ഇനി ഞാൻ പാട്ട് പാടാൻ പറയരുത് എന്നുള്ളതുകൊണ്ട്. ശരി, അത് വിട്ടേക്ക്. പാട്ട് പാടുന്ന ഞാൻ ചോദിക്കുന്നില്ല. ഈ ഒരുപാട് സാധനങ്ങൾ ട്രോളായിട്ട് വന്നിട്ടുണ്ട്, പോസിറ്റീവായിട്ട് ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ അതിലെല്ലാം ഒരു കണ്ടന്റ് ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്നും അല്ല നിൽക്കേണ്ടത്, അവിടുന്ന് ബസ് പിടിച്ച് മുന്നോട്ട് പോകേണ്ട സമയമായി എന്ന് ഒരുപാട് പേർക്ക് ഓർമ്മപ്പെടുത്തൽ കൊടുക്കുന്ന ട്രോളുകളാണ് അതെല്ലാം. അങ്ങനെ ഈ ഇടയ്ക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായോ ചേട്ടാ? അല്ല, എന്റെ ട്രോളുകൾ ഇങ്ങനെ ധാരാളം വരുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സാധനം വന്നത് മറ്റേ ട്രൂ കോളർ. ഒരാളെ വിളിച്ചിട്ട് ആരും അയാളുടെ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേര് പ്രവചിക്കാം, മോഹൻ അല്ലേ. പിന്നെ ചോദിച്ചു നിങ്ങൾക്ക് ആഹാരവുമായി ബന്ധപ്പെട്ട ജോലിയല്ലേ. അപ്പൊ കാറ്ററിംഗ്. പെട്ടെന്ന് പുള്ളി പറഞ്ഞു, അയ്യോ ഞാൻ ഇപ്പൊ തന്നെ എന്നാ എന്റെ ഫേസ്ബുക്കിലിടാ, ഇത്ര വലിയ മഹാനാണ്. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചേട്ടാ, ഇത് നിങ്ങളുടെ ട്രൂ കോളറിൽ മോഹൻ കാറ്ററിംഗ് എന്ന് വന്നിട്ട് കണ്ടാണ് ഞാനത് പറഞ്ഞു. ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം. അപ്പൊ എന്തായാലും ഒരുപാട് ട്രോളുകൾ ഇങ്ങനെ വരട്ടെ, നല്ല ട്രോളുകൾ കേട്ടോ. അതിൽ നിന്ന് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കിട്ടുന്നെങ്കിൽ അങ്ങനെ കിട്ടട്ടെ. അവിടെ ബസ് കിട്ടാതെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ കയറി വരട്ടെ എന്ന് നമുക്ക് പറയാം. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങളെ ഒരാൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവാർഡ് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്നെ പോലെയുള്ള ആളുകൾ കുറച്ചുകൂടി ഒരു വിജിലന്റ് ആവാനും ഇനി ന്യൂസ് 18 പേരുദോഷം കേൾപ്പിക്കരുത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉയരാനും ഒക്കെ ആവാനും ഉപകരിക്കും. ന്യൂസ് 18 ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശരി ഹരിച്ചേട്ടാ, വലിയ ഉപകാരം, വലിയ സന്തോഷം രാവിലെ വന്ന് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവച്ചതിന്. എന്തായാലും നമ്മൾ ഓരോ അവാർഡീസിനെയും രാവിലെ പ്രേക്ഷകരുമായിട്ട് ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, പ്രേക്ഷകരിലേക്ക് കൂടുതൽ അവരുടെ വിവരങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഹരി പത്തനാപുരമാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും വരുന്ന വ്യാഴാഴ്ച മുതലാണ് ന്യൂസ് 18 ദിയ പുരസ്കാര വിതരണ ചടങ്ങുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് പുരസ്കാര ജേതാക്കളും അതിഥികളും വിശേഷങ്ങൾ പങ്കുവച്ച റെഡ് കാർപ്പറ്റ് കാണാം. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പുരസ്കാര ജേതാക്കളുമായി എൽദോയും ഭവ്യയും നടത്തിയ ചിറ്റ്ചാറ്റ് ഉണ്ട്. അതിനുശേഷം ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകിട്ട് 4:30 മുതൽ പുരസ്കാരദാന ചടങ്ങ് ന്യൂസ് 18 കാണാം. Agencies presents News 18 Kerala Diya 2024. സൈജോട്ടെ സപ്പോർട്ട് ചെയ്തപ്പോ സൈജോട്ടെ നായനാണ് ഞാൻ സപ്പോർട്ട് ചെയ്തു. പുറത്ത് നോക്കാൻ നടന്നാൽ നിങ്ങൾ അടിക്കും. സൈജോട്ടെ കോട്ടിട്ട് കണ്ടല്ലോ. കുറെ കാലം പട്ടിണിയും പരിവട്ടമായിട്ട് കിടന്നപ്പോ നമ്മൾ എന്നെ വിട്ട പേരാണ്. വീട്ടിൽ ഒരുപാട് പാത്രം കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ അവള് പറയും ചേട്ടാ പാത്രം കഴുകാണ്ട് ഒരു കണ്ടന്റ് ഉണ്ട്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. പൊളിക്കാതിരിക്കാൻ പറ്റുമോ?
മാറത്തൂറക്കാനിന്നോളം കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരി വാഴണ പെണ്ണാള്. എല്ലാ സിനിമയിലും ഞാൻ സ്കൂളിൽ ഇരുന്നപ്പോഴാണ് ഞാൻ അവാർഡ് പ്രഖ്യാപിച്ചു. അതിന്റെ എല്ലാ കാരണക്കാരൻ ലാലേട്ടൻ തന്നെയാണ്. ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങണം. Pittapillil Agencies presents News 18 Keralam, Diya Digital Influencer Award 2024. Powered by Amrit Veni. Co-powered by Ponkadir and Reliance Industries Limited. Special partners Maharani Wedding Collections, Petra Steel Doors and Vinco's Curry Powder. Travel partner Switrus Holidays Private Limited. In association with Urban Gramin Society Gold Loan, Swarnamukhi Gold and Diamonds, Srimati, Sunitra Mattresses and MyG Future. അപ്പോൾ എല്ലാവരും മറക്കാതെ ദിയ പുരസ്കാരങ്ങൾ കാണുക. സംപ്രേഷണം വ്യാഴാഴ്ച മുതലാണ്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിൽ നടപടി. പബ്ലിക്കേഷൻസ് വിഭാഗം മാനേജർ AV ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തു. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ നടപടികളിൽ വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. EP ജയരാജന്റെ ആത്മകഥാ പ്രസിദ്ധീകരണത്തിൽ കരാറുണ്ടായിരുന്നില്ലെന്ന വാദം തള്ളി DC ബുക്സ്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂവെന്ന് വിശദീകരണം. കോട്ടയം ഡിവൈഎസ്പി PK-G അനീഷിന് മുൻപാകെ രവി DC മൊഴി നൽകി. അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറി. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ K സുരേന്ദ്രന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തം. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ളവർ സുരേന്ദ്രനെതിരെ രംഗത്ത്. പരാജയത്തിന് കാരണം സുരേന്ദ്രനോട് ചോദിക്കണമെന്ന് V മുരളീധരൻ. MT രമേശും കുമ്മനം രാജശേഖരനും അടക്കമുള്ളവരും അതൃപ്തി. പാർട്ടിയിലെ പടയൊരുക്കത്തിന് പിന്നാലെ രാജ്യസന്നദ്ധത അറിയിച്ച് K സുരേന്ദ്രൻ. ദേശീയ അധ്യക്ഷൻ JP നദ്ദയും BL സന്തോഷിനെയും രാജ്യസന്നദ്ധത അറിയിച്ചു. തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതായി സുരേന്ദ്രൻ. രാജിവെക്കേണ്ടതില്ലെന്ന് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. വിവാദങ്ങൾക്കിടെ നേതൃയോഗം നാളെ എറണാകുളത്ത് ചേരും. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ തന്റെ അഭിപ്രായം പറയേണ്ട വേദികളിൽ പറയുമെന്ന് V മുരളീധരൻ. BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ലെന്നും പാർട്ടി മറ്റ് പ്രധാന ചുമതലകൾ നൽകിയിട്ടുണ്ടെന്നും V മുരളീധരൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ പാലക്കാട് BJPയിലും തുറന്ന പോര്. N ശിവരാജന് പുറമെ പരസ്യ പ്രതികരണവുമായി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനും. C കൃഷ്ണകുമാറിനും BJP നേതൃത്വത്തിനും വിമർശനം. നഗരസഭാ ഭരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് പ്രമീള. K സുരേന്ദ്രന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് K കൃഷ്ണകുമാറെന്നും പ്രമീള തുറന്നടിച്ചു. K സുരേന്ദ്രനെ പരിഹസിച്ച് VD സതീശൻ. ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തനിക്കെതിരെ നടത്തിയ പ്രവചനങ്ങൾ സുരേന്ദ്രന്റെ കാര്യത്തിൽ തന്നെ സത്യമായി. തനിക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ സുരേന്ദ്രൻ ആ സാഹചര്യത്തിലാണിപ്പോഴെന്നും VD സതീശൻ. മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ഓന്തിന്റെ നിറം മാറും പോലെ ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനവുമായി മുന്നോട്ടു പോവുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ചേരിതിരിവിനിടയാക്കുന്ന വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അവരെ തന്നെ ബാധിക്കുമെന്ന് തിരിച്ചറിയണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തെളിയിക്കുന്ന ഫലമാണ് ഇത്തവണത്തേത്. പല ബൂത്തിലും LDF BJPക്ക് പിറകിലാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരുമായി പാരമ്പര്യമായി ബന്ധമുള്ളത് ഇടതുപക്ഷത്തിനാണെന്നും കുഞ്ഞാലിക്കുട്ടി. ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ഘട്ടത്തിലും ഇടതുപക്ഷം ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ കാലത്തും 4 വോട്ടിനു വേണ്ടി വർഗീയതയെ ചേർത്ത് പിടിക്കുന്നത് കോൺഗ്രസ് ആണെന്നും വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ഇടതുപക്ഷം ആർജവം കാട്ടിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നെന്ന് മാർ ജോസഫ് പാംപ്ലാനി. അവകാശങ്ങൾ സംരക്ഷിക്കാനായി വഖഫ് സംവിധാനത്തെ ആശ്രയിക്കുന്നതിൽ പരാതിയില്ല. എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷത്തെയും തമ്മിലടുപ്പിക്കാനുള്ള ബോധപൂർവ ശ്രമമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു.
കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. വടകര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 24 പേരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. പിടിച്ചെടുത്ത ഫോണുകളുടെ ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് ഇതുവരെ ലഭ്യമായില്ല. കേസ് ഈ മാസം 29-ന് വീണ്ടും പരിഗണിക്കും. സീപ്ലെയിൻ പരിസ്ഥിതിക്ക് ദോഷമല്ലെന്ന് പഠന റിപ്പോർട്ട്. ശാസ്ത്രജ്ഞർ where luxury meets excellence. വീണ്ടും വാർത്തയിലേക്ക്. രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തിന്റെ അടിത്തറയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷം പൂർത്തിയാവുകയാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച 3 വർഷങ്ങൾക്കിപ്പുറമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. 1949 നവംബർ 26-ന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഭരണഘടന അംഗീകരിച്ചതിന്റെ രേഖപ്പെടുത്തലാണ് ഇന്നേ ദിവസം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ ഏകദേശം 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് വേണ്ടിവന്നത്. 1934-ൽ എം.എൻ. റോയാണ് ഭരണഘടനാ അസംബ്ലി ആവശ്യമാണെന്നുള്ള ആശയം മുന്നോട്ടുവച്ചത്. 1940-ൽ ഈ ആശയം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചതോടെ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനായി ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചു. 1946 ഡിസംബർ 9-ന് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടത്തി. 3 വർഷമെടുത്താണ് അസംബ്ലി ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. 1946 ഡിസംബർ 13-ന് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയത്. ഭരണഘടനയുടെ ആത്മാവ് എന്നാണ് ആമുഖത്തെ വിശേഷിപ്പിക്കുന്നത്. ഭരണഘടനാ അസംബ്ലിയിലെ 17-ലധികം കമ്മിറ്റികളിൽ ഒന്നായിരുന്നു അംബേദ്കർ അധ്യക്ഷനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇത് 1947 ഓഗസ്റ്റ് 29-നാണ് രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യക്കായി ഒരു കരട് ഭരണഘടന തയ്യാറാക്കുക എന്നതായിരുന്നു അവരുടെ ചുമതല. 1948 ഫെബ്രുവരിയിൽ നിർമ്മാണ സഭാ അധ്യക്ഷന് മുന്നിൽ അംബേദ്കർ ഭരണഘടന സമർപ്പിച്ചു. മാർച്ചിൽ ജനങ്ങളുടെ അഭിപ്രായത്തിനായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. അഭിപ്രായം രേഖപ്പെടുത്താൻ 8 മാസം നൽകി. എല്ലാ നടപടിക്രമത്തിനും ശേഷം 1949 നവംബർ 26-ന് ഭരണഘടന നിർമ്മാണ സഭയുടെ അംഗീകാരം നേടി. ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പാക്കുന്നവർ നല്ലതല്ലെങ്കിൽ അത് ചീത്തയാകുമെന്ന് 1949 നവംബർ 25-ന് ഭരണഘടനാ അസംബ്ലിയിൽ അംബേദ്കർ പറഞ്ഞിരുന്നു. സമകാല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അംബേദ്കറുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. കൈക്കൊണ്ടെഴുതിയ യഥാർത്ഥ പകർപ്പ് പാർലമെന്റ് ലൈബ്രറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ഓരോ പേജിലും ഒരു സ്വർണ്ണ ഇലയുടെ ഫ്രെയിമും ഓരോ അധ്യായത്തിന്റെയും ആദ്യ പേജിൽ ചില കലാസൃഷ്ടികളുമാണുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷികാഘോഷം പാർലമെന്റിൽ ഇന്ന് നടക്കും. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലാണ് സംയുക്ത സമ്മേളനം നടക്കുക. സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. സംയുക്ത സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യം പങ്കെടുക്കും. ഇ ആർ രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. ഇ ആർ, എങ്ങനെയാണ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ? അശ്വതി, ഇന്ത്യ പോലെ വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ ഒരു കൊടക്കീഴിൽ നിർത്തുന്ന ശക്തിയാണ് നമ്മുടെ ഭരണഘടന. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഭരണഘടനയിലെ ആമുഖത്തിലെ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പ്രയോഗങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് 75-ാം വാർഷികം ആഘോഷിക്കുന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ്. ഏതായാലും പാർലമെന്റ് സെൻട്രൽ ഹാളിലാണ് ഇന്ന് ചടങ്ങുകൾ. 11 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുക. ഇന്ന് 2 സഭകളുടെയും സംയുക്ത സമ്മേളനമാണ് സെൻട്രൽ ഹാളിൽ നടക്കുന്നത്. മറ്റ് നടപടികളൊന്നും തന്നെ ഇന്ന് പാർലമെന്റിൽ നടക്കുന്നുമില്ല. ഏതായാലും രാഷ്ട്രപതി 11 മണിക്ക് സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് പ്രതിപക്ഷം. പ്രത്യേകിച്ച് ഇന്നലെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് പ്രതിപക്ഷം കത്ത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇത് രാഷ്ട്രീയ വിഷയമല്ല, മാത്രമല്ല കാര്യങ്ങൾ അറിയാതെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം എന്ന് സർക്കാരും വിശദീകരിക്കുന്നു. കാരണം രാഷ്ട്രപതിയെ കൂടാതെ സംസാരിക്കുന്ന മറ്റു 2 പേർ, ഒന്ന് ഉപരാഷ്ട്രപതിയാണ്, മറ്റൊന്ന് ലോക്സഭാ സ്പീക്കറാണ്. പ്രധാനമന്ത്രിയും ചടങ്ങിൽ സംസാരിക്കുന്നില്ല എന്ന പ്രതികരണമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ സഖ്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിപക്ഷം ഈ ചടങ്ങിൽ പങ്കെടുക്കും, അതിൽ നിന്ന് വിട്ടുനിൽക്കില്ല എന്നുള്ളതാണ്. സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വേദിയിൽ പ്രതിപക്ഷ നേതാക്കൾ
നേതാക്കൾക്ക് ഇരിപ്പിടമുണ്ടാകുമെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 11 മണിക്കാണ് രാഷ്ട്രപതി സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ ഭരണഘടനയുടെ സംരക്ഷകർ ആര് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് 75ാം വാർഷികം ആചരിക്കുന്നതെന്ന് കൂടി ശ്രദ്ധേയമായ കാര്യമാണ്. അശ്വതി. ശരി രാകേഷ്. ഇനി വളരെ വേഗത്തിൽ വാർത്തകൾ കാണാം. ഫാസ്റ്റ് ന്യൂസിൽ ഭവ്യ ചേരും. നമസ്കാരം, സ്വാഗതം ഫാസ്റ്റ് ന്യൂസിലേക്ക്. തൃശൂർ നാട്ടികയിൽ ലോറി പാഞ്ഞു കയറി 5 പേർക്ക് ദാരുണാന്ത്യം. അപകടം പുലർച്ചെ. മരിച്ചത് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘം. അപകടമുണ്ടാക്കിയത് കണ്ണൂരിൽ നിന്ന് വന്ന തടി കയറ്റിയ ലോറി. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് സംശയം പ്രകടിപ്പിച്ച നാട്ടുകാർ. പരസ്യചേരിപ്പോരിനിടെ നിർണായക BJP യോഗം ഇന്ന് കൊച്ചിയിൽ. പാലക്കാട്ട് എങ്ങനെ വോട്ട് കുറഞ്ഞെന്ന വിലയിരുത്തൽ പ്രധാന അജണ്ട. തോൽവിക്ക് ശേഷമുള്ള പ്രസ്താവനാ യുദ്ധങ്ങൾ ചർച്ചയാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്ന് മുന്നറിയിപ്പ്. വയനാട് പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. കോടതിയെ സമീപിച്ചത് എൽസൺ ഹാരിസൺ എസ്റ്റേറ്റ് ഉടമകൾ. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രാഥമിക റിപ്പോർട്ട് DGPക്ക് കൈമാറി. കോട്ടയം SP ഷാഹുൽ ഹമീദാണ് റിപ്പോർട്ട് കൈമാറിയത്. നേരത്തെ രവി DCയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതിനിടെ പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവി AV ശ്രീകുമാറിനെ DC ബുക്സ് സസ്പെൻഡ് ചെയ്തു. നടപടി ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമെന്ന് സൂചന. കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അവഹേളിക്കുന്നത് ദൌത്യമായി ചിലർ ഏറ്റെടുത്തെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കാത്തവരാണവർ. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നടപടികളാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും വർഗീയ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നെന്നും മുഖ്യമന്ത്രി. കൂത്തുപറമ്പ് അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ഭരണഘടനാ ദിനം. രാജ്യത്തിന്റെ അടിത്തറയുടെ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചിട്ട് 7.5 പതിറ്റാണ്ട്. പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ഇന്ന് സംയുക്ത സമ്മേളനം. പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ഇന്ത്യ സഖ്യം. രാജ്യത്തെ വിറപ്പിച്ച മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞിട്ട് 16 വർഷം. പാക് ഭീകരർ നടത്തിയ കൂട്ടക്കുരുതിയിൽ പൊലിഞ്ഞത് 166 ജീവൻ. ഡൽഹിയിലെ വായു മലിനീകരണം അതിരൂക്ഷം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇളവ് പ്രഖ്യാപിച്ച ഡൽഹി സർക്കാർ. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇതനുസരിച്ച് 1 മുതൽ +2 വരെയുള്ള ക്ലാസുകൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ നടക്കും. അതേസമയം ഗുരുഗ്രാം, ഫരീദാബാദ്, ഗാസിയാബാദ്, ഗൌതം ബുദ്ധ നഗർ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓൺലൈൻ ക്ലാസുകൾ മാത്രമായിരിക്കും എന്നും അറിയിപ്പുണ്ട്. കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണം കുത്തകകൾക്ക് കൈമാറരുതെന്ന AIYF. കുടിവെള്ള വിതരണം ഫ്രഞ്ച് കോർപ്പറേറ്റ് കമ്പനിയായ സൂയിസിന് കൈമാറാനുള്ള നീക്കത്തിലാണ് പ്രതിഷേധം. എറണാകുളം ജലഭവനിലേക്ക് AIYF മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ജലഭവനിന് മുൻപിൽ പോലീസ് തടഞ്ഞു. ഇടുക്കി ജില്ലയിലെ കർഷകരെ സർക്കാർ വഞ്ചിക്കുന്നുവെന്ന് ആരോപിച്ച ആം ആദ്മികളുടെ മണ്ണവകാശ പ്രഖ്യാപന പദയാത്ര. ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കിസാൻ വിംഗും ചേർന്നാണ് പദയാത്ര നടത്തുന്നത്. ആം ആദ്മി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ബേസിൽ ജോണിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്ക്. വൈകിട്ട് വരെ 75,000 തീർത്ഥാടകരാണ് 18ാം പടി കടന്ന് അയ്യപ്പ ദർശനത്തിനെത്തിയത്. 50,000-ഓളം പേർ വെർച്വൽ ക്യൂ വഴിയും 11,000 തീർത്ഥാടകർ തത്സമയ സ്പോട്ട് ബുക്കിംഗിലൂടെയും ദർശനത്തിനെത്തി. കഴിഞ്ഞ വാരാന്ത്യത്തിൽ തുടങ്ങിയ തിരക്ക് ഇനിയും കുറഞ്ഞിട്ടില്ല. തീർത്ഥാടനം ആരംഭിച്ച് 11 നാൾ പിന്നിടുമ്പോൾ 7.5 ലക്ഷം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. ശബരിമല സന്നിധാനത്ത് ഏറ്റവും ക്ലേശമേറിയ സേവനങ്ങളിൽ ഒന്നാണ് 18ാം പടിയുടെ ഡ്യൂട്ടി. 18ാം പടിയിലൂടെ ഏറ്റവും വേഗത്തിൽ ഭക്തരെ കടത്തിവിട്ടാൽ സന്നിധാനം മുതൽ പമ്പ വരെയുള്ള ഇടങ്ങളിലെ തിരക്ക് കുറയ്ക്കാനാകും.
1 മിനിറ്റിൽ 80 പേരെയെങ്കിലും പടി ചവിട്ടിയാൽ തിരക്ക് നിയന്ത്രണ വിധേയമെന്നാണ് കണക്ക്. ശാരീരിക അധ്വാനം ഏറെ ആവശ്യമുള്ളതിനാൽ 15 മിനിറ്റ് ഇടവേളകളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റും. ഇടുക്കിയിൽ ശബരിമല ദർശനത്തിന് കാണിക്ക സമർപ്പിക്കാനെന്ന വ്യാജേന പണപ്പിരിവുമായി കുട്ടികളുടെ സംഘം. തമിഴ്നാട് സ്വദേശികളായ കുട്ടികളാണ് ചെറു സംഘങ്ങളായി തിരിഞ്ഞ് ജില്ലയുടെ വിവിധ മേഖലകളിലെത്തിയത്. 3-4 കുട്ടികൾ അടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിലെത്തിയത്. പഴമയുടെ ചരിത്രം വിളിച്ചു പറയുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഇടുക്കിയിലെ പള്ളിക്കുന്ന് സെന്റ് ജോർജ് CSI ദേവാലയം. കുതിരയെ അടക്കം ചെയ്തിട്ടുണ്ടെന്ന പ്രത്യേകത കൂടിയുള്ളതിനാൽ വിദേശികൾക്കും സ്വദേശികൾക്കും കൌതുകത്തിനപ്പുറം വിസ്മയം തീർക്കുന്ന ഇടം കൂടിയാണിത്. കുട്ടിക്കാനത്തിനടുത്ത് പള്ളിക്കുന്നിലാണ് യൂറോപ്യൻ വാസ്തുശില്പചാരുതയോടുകൂടി പണിതീർത്ത ഈ ദേവാലയം. രാപ്പകൽ വ്യത്യാസമില്ലാതെ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്നത് പതിവായതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾ. 12 മണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങുന്നത് സാധാരണക്കാരെ മാത്രമല്ല വ്യവസായങ്ങളെയും ബാധിക്കുകയാണ്. മണിക്കൂറുകളോളമാണ് കറണ്ടില്ലാതെ നാട്ടുകാർ പ്രയാസം അനുഭവിക്കുന്നത്. വൈദ്യുതി ഇല്ലാത്തത് മൂലം കുട്ടികളുടെ പഠനമടക്കം പ്രതിസന്ധിയിലാണ്. ഏലക്കയ്ക്ക് വില കൂടുന്നു. 1 മാസത്തിനിടെ 1000 രൂപ വർദ്ധിച്ച് കിലോയ്ക്ക് 3000 കടന്നു. ഉൽപാദനം കുറഞ്ഞതിനാൽ വില വർധന ഗുണം ചെയ്യുന്നില്ലെന്ന് കർഷകർ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വധശിക്ഷ നൽകണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോആവ് ഗാലന്റിനുമെതിരെ യുദ്ധക്കുറ്റം ചുമത്തി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഖമേനിയുടെ പ്രതികരണം. കുറ്റവാളികളായ നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചാൽ പോരെന്നും വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നുമാണ് അലി ഖമനേയി ആവശ്യപ്പെടുന്നത്. പാൻ കാർഡ് പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. QR കോഡുള്ള പാൻ കാർഡ് തയ്യാറാക്കാനാണ് തീരുമാനം. പാൻ 2.0 പ്രൊജക്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയെന്ന് അശ്വനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയാണ് പുതിയ പാൻ കാർഡ് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. QR കോഡുള്ള പാൻ കാർഡിലേക്ക് സൌജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്ന പദ്ധതിയാണ് പാൻ 2.0. ദുരന്ത സാധ്യതാ മേഖലകളിൽ പ്രകൃതിക്ക് അനുയോജ്യമായ നിർമ്മാണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുമെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ്. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന സംഘടനയുടെ ദക്ഷിണ മേഖലാ സമ്മേളനം 29-30 തീയതികളിൽ വയനാട്ടിൽ നടക്കും. സാമൂഹ്യ പ്രതിബദ്ധതയുടെ നിർമ്മാണങ്ങൾ പരിമിതപ്പെടുത്തുക എന്നതാണ് സമ്മേളന പ്രമേയമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂർണ്ണമാകുന്നു ഫാസ്റ്റ് ന്യൂസ്. താങ്ക് യു ഭവ്യ. നമ്മൾ വീണ്ടും വാർത്തകളിലേക്ക് വിശദമായി എത്തുമ്പോൾ ഇന്ത്യൻ മണ്ണിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന് രാജ്യം സാക്ഷിയായിട്ട് ഇന്നേക്ക് 16 വർഷം. മുംബൈ നഗരത്തിന്റെ മർമ്മപ്രധാനമായ ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷനടക്കം നടന്ന ആക്രമണത്തിൽ പൊലിഞ്ഞത് 166 ജീവനുകളായിരുന്നു. അജ്മൽ കസബ് ഉൾപ്പെട്ട ലഷ്കർ ഇ തോയ്ബ സംഘം മുംബൈയെ മുൾമുനയിൽ നിർത്തിയത് 3 ദിനങ്ങളായിരുന്നു. 2006 ഉൾപ്പെടെ നടന്ന ഭീകരാക്രമണങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു 2008-ലേത്. AK-47 ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള വെടിവെപ്പും ബോംബ് സ്ഫോടനങ്ങളും പല സ്ഥലങ്ങളിൽ ഒരേ സമയത്തുണ്ടായ ആക്രമണം കൃത്യമായ ആസൂത്രണത്തിലൂടെയായിരുന്നു ഭീകരരുടെ നീക്കം. വിദേശികളും സാധാരണക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും NSG കമാൻഡോകളടക്കം മരണപ്പെട്ടു. 10 പേരടങ്ങിയ ഭീകര സംഘത്തിൽ ജീവനോടെ പിടികൂടിയത് അജ്മൽ കസബിനെ മാത്രമായിരുന്നു. വിചാരണയ്ക്ക് ശേഷം അജ്മലിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ വിപുലീകരണത്തിനും മുംബൈ ആക്രമണം കാരണമായി. ഫെഡറൽ സംവിധാനങ്ങൾക്ക് എതിരാണെങ്കിലും മുംബൈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്ന പൊതുജന രോഷം എതിർപ്പുകളില്ലാതെ NIA എന്ന ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ രൂപീകരണത്തിന് കാരണമായി. അപ്രതീക്ഷിതമായി ജീവൻ പൊലിഞ്ഞവരെയും പൊരുതി നിന്നവരെയും രാജ്യം ഇന്നും ഓർക്കുന്നു. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒന്നിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഓർമ്മദിനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വധശിക്ഷ നൽകണമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുൽ അലി ഖമേനി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോആവ് ഗാലന്റിനുമെതിരെ യുദ്ധക്കുറ്റം ചുമത്തി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഖമേനിയുടെ പ്രതികരണം. കുറ്റവാളികളായ നേതാക്കന്മാർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചാൽ പോരെന്നും വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നുമാണ് അലി ഖമനേയി ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നടന്നയൊരു യോഗത്തിനിടെയാണ് ഇറാൻ നേതാവിന്റെ പ്രതികരണം. കഴിഞ്ഞ 21-നാണ് ICC ഇരുവർക്കുമെതിരെ യുദ്ധക്കുറ്റം ആരോപിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഇസ്രയേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ച 2023 ഒക്ടോബർ 8 മുതൽ
2024 മെയ് 20 വരെ നടന്ന ആക്രമണങ്ങളാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. നെതന്യാഹുവും യോഅവ് ഗാലന്റും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളാണ് എതിരാളികൾക്ക് നേരെ അഴിച്ചുവിടുന്നതെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി സ്വീകരിച്ചത്. നെതന്യാഹുവിനും ഗാലന്റിനുമൊപ്പം ഹമാസ് നേതാവ് മുഹമ്മദ് ഡെയ്ഫിനെതിരെയും അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഗാസയിൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ ഡെയ്ഫ് കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ഹമാസ് ഇതുവരെയും ഡെയ്ഫിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറാതെ സന്ധിയില്ലെന്നാണ് ഹമാസിന്റെ പ്രതികരണം. എന്നാൽ ഹമാസ് കീഴടങ്ങി ബന്ദികളെ വിട്ടു നൽകാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. 63ാമത് സ്കൂൾ ജില്ലാ കലോത്സവത്തിന് രുചിക്കൂട്ടുമായി കൊട്ടാരക്കരയിൽ കലവറ ഒരുങ്ങിക്കഴിഞ്ഞു. ഓമല്ലൂർ അനിൽ ബ്രദേഴ്സ് ആണ് ഈ കൊല്ലവും ഭക്ഷണം ഒരുക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. 36 വർഷമായി ജില്ലാ കലോത്സവ വേദികളിൽ രുചിക്കൂട്ടുകൾ ഒരുക്കുന്ന അനിൽ ബ്രദേഴ്സാണ് ഈ വർഷവും കൊട്ടാരക്കരയിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിന് സദ്യ ഒരുക്കുന്നത്. അനിൽ ബ്രദേഴ്സിൻ്റെ മെയിൻ ആളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹമാണ് പാചകം ഒരുക്കുന്നത്. നമസ്കാരം ചേട്ടാ. എങ്ങനെയാണ് ഈ വർഷവും എന്തെല്ലാം വെറൈറ്റികളാണ് ഒരുക്കുന്നത്? ഓരോ ദിവസവും ഓരോ വർഷവും പല വെറൈറ്റികളാണ് ഉണ്ടാവും. 5 കൂട്ടം പായസമാണ്. 5 ദിവസം 5 കൂട്ടം. അത് ഒരു ദിവസം അടപ്രഥമന്, ഒരു ദിവസം അമ്പലപ്പുഴ പാൽപ്പായസം, ഒരു ദിവസം പാലടപ്രഥമന്, ഒരു ദിവസം സൂചി ഗോതമ്പ് പ്രഥമന്, ഒരു ദിവസം പഴപ്രഥമൻ. അങ്ങനെ 5 ദിവസം 5 കൂട്ടം. 5 ദിവസവും 5 പച്ചടി ആയിരിക്കും. ഒരു ദിവസം ഇന്ന് വെക്കുന്ന പച്ചടിയല്ല നാളെ വെക്കും. ഒരു ദിവസം ഇഞ്ചി ആണെങ്കിൽ ഒരു ദിവസം മാങ്ങ, ഒരു ദിവസം നാരങ്ങ, ഒരു ദിവസം നെല്ലിക്ക. അങ്ങനെ 5 ദിവസം 5 അച്ചാറ. പിന്നെ പരിപ്പ്, സാമ്പാർ, പപ്പടം കൂട്ടി ഊണ്. എൻ്റെ മെയിൻ ഒരു സാറന്മാർ വരുന്ന ദിവസമാണ് അതിഗംഭീരമായ പരിപാടികൾ. 3000 രൂപ ആൾ മുതൽ 7000 പേർക്ക് വരെ ഒരു നേരം ഭക്ഷണം. അതിന് ഒരു ദിവസം 4 നേരം വെച്ച. രാവിലെ ഉപ്പുമാവും കടലയും, ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, ചായ. ഉച്ചയ്ക്ക് അതിഗംഭീര ഊണ്. 4 മണിക്ക് ചെറുകടി, ചായ. അതിനകത്ത് ഒരു ദിവസം കൊഴുക്കട്ടയായിരിക്കും, ഒരു ദിവസം ഇലയപ്പമായിരിക്കും, ഒരു ദിവസം അടയായിരിക്കും, ഒരു ദിവസം തെരളിയായിരിക്കും. അങ്ങനെ 4 ദിവസവും 4 രീതിയിൽ. വൈകിട്ട് എത്ര പേര് വരുന്നു അത്രയും പേർക്കും ഭക്ഷണം. ഇവിടുത്തെ പോലീസുകാർക്ക്, ഫയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അതിഗംഭീര ഭക്ഷണം കൊടുക്കുകയാണ്. 36 വർഷമായിട്ട് കൊല്ലം ജില്ലാ കലോത്സവം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവകൃപയിൽ ഇതുവരെ നമുക്കൊരു കുഴപ്പങ്ങളുണ്ടായിട്ടില്ല. 3 നേരവും 10000-ഓളം കുട്ടികൾക്ക് ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, അതിനോടൊപ്പം വരുന്ന അധ്യാപകർക്കും കുറച്ച് പേരൻസിനും അങ്ങനെ 10000 ഒരു നേരം 10000 കുട്ടികൾക്ക് കൊടുക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പൊരിപ്പ് ഒഴിവാക്കി ആവിയിൽ പുഴുങ്ങിയ ലഘുഭക്ഷണങ്ങളാണ് വിതരണം ചെയ്യുന്നത്. സഹായത്തിന് കൂടിയ ആൾക്കാരെല്ലാം ഞങ്ങൾ 30 ജോലിക്കാരുണ്ട്. മെയിൻ പാചകക്കാർ 3 പേരുണ്ട്. അല്ലാതെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ 30 പേരുണ്ട്. എല്ലാവരും നേരത്തെ കലോത്സവത്തിൽ എല്ലാവരും വന്നുവരാം. 2 പേര് മരണപ്പെട്ടു പോയി. ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. ചേട്ടാ, മറ്റ് സദ്യകൾ പോലെ അല്ലല്ലോ കലോത്സവത്തിന്റെ സദ്യ ഒരുക്കുന്നത്. കുട്ടികളുടെ അല്ലേ പരിപാടി ആകുമ്പോൾ കുട്ടികൾ സ്റ്റേജിൽ കയറുമ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വെജിറ്റേറിയൻ മാത്രമേ കൊടുക്കത്തുള്ളൂ. നോൺ വെജിറ്റേറിയൻ കൊടുക്കത്തില്ല. കാരണം നോൺ വെജിറ്റേറിയൻ കൊടുത്താൽ പല ഇതുകളാണ്, നെയ്യ്, ഡാൽഡ, പല കാര്യങ്ങളും വരും. ഇതിനകത്ത് അതൊന്നുമില്ല. പ്യുവർ പച്ചക്കറി അതിൻ്റെ സദ്യ കൊടുക്കും. അടിപൊളി സദ്യ ഒരുക്കി വലിയ രീതിയിലുള്ള പ്രശസ്തി നേടിയ ആളാണ് അനിൽ ബ്രദേഴ്സ് എന്ന കൂട്ടായ്മ. ഇവരാണ് ഈ വർഷവും സദ്യ ഒരുക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. പഴമയുടെ ചരിത്രം വിളിച്ചു പറയുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഇടുക്കിയിലെ പള്ളിക്കുന്ന് സെന്റ് ജോർജ് CSI ദേവാലയം. കുതിരയെ അടക്കം ചെയ്തിട്ടുണ്ടെന്ന പ്രത്യേകത കൂടി ഉള്ളതിനാൽ വിദേശികൾക്കും സ്വദേശികൾക്കും കൗതുകത്തിനപ്പുറം വിസ്മയം തീർക്കുന്ന ഇടം കൂടിയാണ് ഇത്. കുട്ടിക്കാനത്തിനടുത്ത് പള്ളിക്കുന്നിലാണ് കാട്ടുകല്ലുകളും കുമ്മായവും തേക്ക്, ഈട്ടി തുടങ്ങിയ തടികളും ഓടും ഉപയോഗിച്ച യൂറോപ്യൻ വാസ്തുശില്പ ചാരുതയോടുകൂടി പണിതീർത്ത ഈ ദേവാലയം 1860കളിൽ വ്യവസായത്തിനെത്തിയ യൂറോപ്യനായ ഹെൻറി ബേക്കറാണ് പള്ളി നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. ആദ്യകാലത്തിവിടെ കുർബാനയും തിരുകർമ്മങ്ങളും നടന്നിരുന്നത് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലും തമിഴിലും ആരാധനാ കർമ്മങ്ങൾ നടക്കുകയും പള്ളിയിലേക്കുള്ള പ്രവേശനം മുഴുവൻ ആളുകൾക്കുമായി ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഇടുക്കിയിലെ പല ഭാഗങ്ങളിലുണ്ടായിരുന്ന വിദേശികളായ തോട്ട ഉടമകൾ ആരാധനയ്ക്ക് വേണ്ടി ഈ ആലയത്തിൽ അക്കാലങ്ങളിൽ വന്നിരുന്നു എന്നുള്ളതാണ് ഈ ആലയത്തിൻ്റെ പ്രത്യേകത. സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ സ്വാഭാവികമായും വിദേശികൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയ സമയത്ത്
തദ്ദേശീയരായ ആൾക്കാർക്ക് ദേവാലയം മടക്കി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. 3 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 34 വിദേശീയരെ ഇവിടുത്തെ ശവക്കോട്ടയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ബ്രിട്ടീഷുകാരനായ JD മൺട്രോയുടെ സന്തത സഹചാരിയായിരുന്ന ഡൌണി എന്നു പേരുള്ള പെൺകുതിരയെയും ഇവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നത്. തൈല വ്യവസായത്തിന് വന്ന ബ്രിട്ടീഷ് പൗരന്മാരുടെ അവരുടെ പ്രിയപ്പെട്ടവരും അവരുമൊക്കെ പലരും കൂടെ അടക്കപ്പെട്ടിട്ടുണ്ട്. 34 പേരാണ് അപ്രകാരം അടക്കപ്പെട്ടിട്ടുള്ളത്. അവരുടെ സെമിട്രി ഇപ്പോഴും അത്തരത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് സെമിട്രിയുടെ ഒരു പ്രത്യേകത. പ്രദേശത്തെ മനോഹാരിത നിരവധി സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലെ ആത്മകഥാ വിവാദത്തിൽ തനിക്കെതിരെ ആസൂത്രിത ഗൂഢാലോചന നടന്നെന്ന് ആവർത്തിച്ച EP ജയരാജൻ പാർട്ടിക്കകത്തും പുറത്തും തന്നെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം. വ്യക്തമായ സൂചന കിട്ടിയാൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് പുറത്തു പറയുമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. പ്രസാധകർ പാലിക്കേണ്ട മര്യാദ DC ബുക്സ് പാലിച്ചില്ലെന്ന് വിമർശിച്ച EP ഒരു വരി പോലും പ്രസിദ്ധീകരണത്തിനായി ആർക്കും നൽകിയിട്ടില്ല എന്നും വ്യക്തമാക്കി. ഞാൻ എന്നെ വിളിക്കാൻ പറഞ്ഞവരോട് അവർ എന്നെ വിളിച്ചു. ഒരു സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വാർത്ത എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ ഇതിൻ്റെ ആമുഖം എഴുതിയിട്ടില്ല, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യവും എഴുതിയിട്ടില്ല, അതിൻ്റെ കവർ പേജ് തയ്യാറാക്കിയിട്ടില്ല, എന്തെല്ലാം ഇനിയും ഉൾക്കൊള്ളിക്കണം എന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നൊരു തീരുമാനവും എടുത്തിട്ടില്ല. ഇങ്ങനെയുള്ളൊരു പുസ്തകം നിങ്ങൾ എങ്ങനെയാണ് അതിനകത്ത് ഇന്നതുണ്ടെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചത്? അതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിരിക്കുകയാണ് 13-ാം തീയതി 10:30 മണിക്ക് ഞാൻ എഴുതുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം. എന്തടിസ്ഥാനത്തിലാണ് DC ബുക്സിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നത്? ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല സാർ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇതിൻ്റെ DC ബുക്സിൻ്റെ റിവ്യൂ എവിടെയുണ്ട്? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഇവിടെ ഇല്ല, വിദേശത്താണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അടിയന്തരമായി അദ്ദേഹത്തോട് എന്നെ വിളിക്കാൻ പറയണം. അരമണിക്കൂറിനുള്ളിൽ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ ഞാൻ വിദേശത്താണ്, ഞാനൊന്നും അറിയില്ല, ഷാർജയിലാണ്, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം, അന്വേഷിച്ചിട്ട് നിങ്ങളെ വിളിക്കാം. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തികച്ചും ഇതൊരു ആസൂത്രിതമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയെ മുന്നിൽ നിർത്തി മറ്റ് പത്രങ്ങളിൽ വാർത്ത കൊടുപ്പിച്ച് മറ്റ് മാധ്യമങ്ങളുടെ ലീഗൽ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിച്ചിട്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു പദ്ധതിയാണ്. ഞാൻ ഇത് സംബന്ധിച്ച് എനിക്ക് ലഭ്യമാക്കാൻ കഴിയാവുന്നിടത്തോളമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ഗൂഢാലോചനയുടെ കോൺസ്പിറസിയുടെ കേന്ദ്രബിന്ദു, ഈ കോൺസ്പിറസി എവിടെ നിന്ന് വന്നു, എന്താണതിൻ്റെ കാര്യങ്ങൾ എൻ്റെ അറിവ് വെച്ചുകൊണ്ടും എനിക്ക് ബന്ധപ്പെടാൻ പറ്റുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇതിന് നിയമപരമായ നടപടി സ്വീകരിക്കണം. അതുകൊണ്ടാണ് ആ ദിവസം അപ്പോൾ തന്നെ അധികം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ DGPയോട് പറഞ്ഞു. DGPക്ക് ഞാൻ പരാതി എഴുതി തയ്യാറാക്കി തിരുവനന്തപുരത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അഡ്വക്കേറ്റ് വിഷൻ മുഖാന്തരം ഒരു നിയമവശം ലീഗൽ നോട്ടീസ് DC ബുക്സിന് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം നിയമപരമായി പരിശോധിക്കണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ല. ഇത് ക്രിമിനൽ കുറ്റമാണ്, തെറ്റായിട്ടുള്ള നടപടികളാണ്. അതുകൊണ്ട് ഇത്തരമൊരു നടപടികൾ നമ്മുടെ മാധ്യമരംഗത്തൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ്. സാധാരണ പുസ്തക പ്രസാധകന്മാർ ഉയർന്ന നിലവാരം പുലർത്താറുണ്ട്. ഇതെല്ലാം ഇവിടെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ശക്തമായിട്ടുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഒരു കാര്യവും പറയാൻ പറ്റില്ല. വസ്തുതാപരമായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം, എല്ലാം സത്യമായിരിക്കണം. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എൻ്റെ കഴിവും മറ്റ് പലരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ നടപടികൾ സ്വീകരിക്കാൻ ഇതൊരു ഗൂഢാലോചനയാണ്, ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. ഇടതുപക്ഷത്തെ തകർക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ തകർക്കാൻ, എന്നെ പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ദുർബലപ്പെടുത്താൻ, അതുവഴി പാർട്ടിയെ കൂടുതൽ ദുർബലപ്പെടുത്താനുള്ള അതാണ് ആത്മകഥാ വിവാദത്തിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു എന്ന് ആവർത്തിക്കുകയാണ് EP ജയരാജൻ. നമ്മളിനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആയിട്ടുള്ള എല്ലാവർക്കും ന്യൂസ് 18 ആശംസകൾ. ബിജോമോന്റെ ബർത്ത്ഡേ ആണ്, ബിജോമോൻ ജോസഫിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ബിജോമോൻ എല്ലാ ആശംസകളും അറിയിക്കുകയാണ് ന്യൂസ് 18 കുടുംബത്തിന്റെയും ബിജോമോന്റെയും
ബിജോമോന്റെ കുടുംബത്തിന്റെയും വക. ഹാപ്പി ബർത്ത്ഡേ ബിജോമോൻ. ഇതുപോലെ നിങ്ങളുടെ സ്പെഷ്യൽ ഡേയും ന്യൂസ് 18 നിങ്ങൾക്ക് പങ്കുചേരാം. ന്യൂസ് 18 സ്ക്രീനിൽ വരാം. വാട്സപ്പ് ചെയ്യേണ്ട ഫോമാറ്റ് ഇതാണ്. സ്പെഷ്യൽ ഡേ നെയിം, നിങ്ങളുടെ പേര്, ഒപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.